രൂപയാണ് ആ വലിയ പെരക്ക് വാടക. ചെറിയ ടിപ്സ് മാത്രമല്ല, ബഡ്ജറ്റ് കുറച്ചിങ്ങനെ. ബഡ്ജറ്റ് കുറച്ച് സാധാരണ ഒരു പൂക്കളുള്ള ഡോറൊക്കെ കൊടുക്കും, എന്നിട്ട് ഇത് വരുന്നവരെ 130 എല്ലാ സൗകര്യമുണ്ട്. പക്ഷെ ഇതിലൊരു പോരായ്മയുണ്ട്. നമ്മളെ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുണ്ട് ഒപ്പല്ല വീട് സെക്കൻഡ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ വീടെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നെജിലാൻഡ് ഓൺലൈൻ എന്നൊക്കെ പർച്ചേസ് ചെയ്തിട്ട് ചെയ്ത ഒരു സംഭവം എൻ്റെ കുട്ടിയൊക്കെ സത്യത്തിൽ വീട്ടിൽ ഒരുപാട് അട്ടൊക്കെ ചെറുപ്പത്തിൽ അത് വാടക തരുമ്പോ പറഞ്ഞു ബാത്റൂം നിങ്ങൾക്ക് തരില്ല. ഈ വീട് കണ്ടിട്ട് നോക്കല വലിയ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. എല്ലാവരും പർച്ചേസ് അവർ മനസ്സിലാക്കേണ്ടത് ഇത്ര പോലെ നമ്മൾ പെരീന്നാണ് വന്നിട്ടുള്ളത്. ഇത്ര വലിയ സർക്കിൾ നമ്മൾ സ്വപ്നം കണ്ടിട്ടുണ്ട്. നമ്മളെ കുളത്തിന്റെ പക്കത്ത് നിന്ന് ആ ടിക്ടോക്ക് ഇടുമ്പോ തവളതായി ചാടി അതൊക്കെ ഓർത്തി ഇപ്പൊ ഇങ്ങനെ ഒരു വീട് അല്ലേ? ശ്രീ ഡോർ എന്ന് പറയുമ്പോൾ ഒത്തിരി ഗേറ്റ് തുറക്കാം ഓട്ടോമാറ്റിക്. നമ്മൾ എവിടെ എത്തിയില്ല. ഐഡിയസ് നൗഫലെ കാണുമ്പോൾ നൗഫലെ ചാനലൊന്നല്ല കേട്ടോ, സിൽവ മുസ്തഫയാണ്. നമ്മുടെ വീടിൻ്റെ ഹോം ടൂറിന് വന്നാണ്. 2400 സ്ക്വയർ ഫീറ്റിലെ എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുള്ള ഒരു വീട് വെക്കണമെന്ന് ആഗ്രഹിക്കുന്ന മലയാളി ആഗ്രഹിക്കുന്ന സകല സൗകര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള നമ്മുടെ നൗഫലിൻ്റെ വീടാണ്. ഈ വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ സാധാരണ ഹോം ടൂർ ഞാൻ ചെയ്യുന്ന പോലെയുള്ള വീടല്ല. ഒരു മലയാളി ആഗ്രഹിക്കുന്ന എല്ലാ സൗകര്യങ്ങളും. ഏറ്റവും രസകരമായി വരുന്നത് ഒരു ഇലക്ട്രിക്കൽ കാർ ഫ്യൂച്ചറിൽ എടുക്കേണ്ടി വരികയാണെങ്കിൽ അതിന് വരെ കണക്ഷൻ വെച്ച് ചെയ്തിട്ടുള്ള ഫ്യൂച്ചറായിട്ട് ചിന്തിച്ചിട്ട് നൗഫൽ ചെയ്തിട്ടുള്ള വീടാണ്. നൗഫലെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടാവില്ല. ഉമ്മയും മോനും എന്ന ചാനലിലൂടെ കേരളത്തിലെ മലയാളികളുടെ മനസ്സ് കീഴടക്കിയിട്ടുള്ള നൗഫൽ. യെസ്, ഒരു മേസൻ മനോഹരമാക്കി വെച്ചിട്ടുള്ള ഒരു താജ്മഹൽ നിറ പോലത്തെ ഒരു വീടിനൊക്കെ എത്തിയിട്ടുള്ളത്. മറ്റേ ജീവിതം കൊടുത്തു താജ്മഹലിൽ മറ്റാളെ പണിത ആളെ കൊന്നു, അതേമാതിരി എന്നെ കൊല്ലുന്നില്ല. കാരണം ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ വിയർപ്പാണ് അദ്ദേഹത്തിന്റെ സന്തോഷവും അല്ലെങ്കിൽ അവിടെ എല്ലാ സ്വപ്നങ്ങളും എടുത്തില്ല. ഈ വീടിന്റെ മൊത്തം പണിയെടുത്തുള്ളത് നൗഫലൻ കേട്ടോ. ഇതിന്റെ മേസൻ വർക്ക് എടുത്തുള്ളത് കല്ല് വെച്ചിട്ടുള്ളത് 2 ബംഗാളിനെ അസിസ്റ്റന്റ് ആയിട്ട് വിളിച്ചിട്ട് സ്വന്തമായിട്ട് പടുത്തുയർത്തിയ ഒരു സ്വപ്ന ഭവനത്തിലേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. എത്ര പറഞ്ഞാലും മതി വരില്ല. ചെറിയ ചെറിയ ടിപ്സ് കൊണ്ട് മനോഹരമാക്കിയിട്ടുണ്ട് നൗഫല്. ഓട്ടോമാറ്റിക് മാത്രമല്ല, ബഡ്ജറ്റ് കുറച്ചുണ്ട്. മാത്രമല്ല നമ്മൾ കാണുന്ന ഈ എക്സ്റ്റീരിയർ കാണുമ്പോൾ തന്നെ നമ്മൾ ആ വീടിൻ്റെ എക്സ്റ്റീരിയർ ലുക്ക് എന്ത് രസമായിട്ട് ചെയ്തിട്ടുണ്ടല്ലേ. ഇവിടെ തന്നെ അവർ ചെയ്തിട്ടുള്ള പുതിയ ടെൻറ്റ് പറഞ്ഞാൽ ആ കാണുന്ന വലിയ തിക്കായിട്ടുള്ള സ്ലാബ് ഉണ്ടല്ലോ, അത് വലിയ തിക്കായി സ്ലാബിൽ ചെയ്തതല്ല, അത് വി ബോർഡിൽ ഡിസൈൻ ചെയ്തതാണ്. അതിൻ്റെ അകത്ത് നല്ല രീതിയിൽ ഷീറ്റ് കൊടുത്തിട്ടുണ്ട്, സ്ട്രെസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. കണ്ടു കഴിഞ്ഞാൽ ഇതേ സ്ലാബ് ചെയ്ത പോലെ കാപ്പണി മുക്കാച്ചോർക്ക്. മാത്രമല്ല ഈ ഭംഗിയുള്ള വീടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അറിയോ? ഈ വീടിൻ്റെ ഭംഗി കണ്ടിട്ട് ഇവിടെ വെച്ചൊരു കിളി കൂട് കെട്ടിയിട്ടുണ്ട്. വീടിന്റെ മുറ്റത്ത് തന്നെ ഒരു കിളി കൂട് കൂട്ടി അതിൽ മുട്ട ഇട്ടിട്ടുണ്ട്. എന്ത് രസമല്ലേ. അപ്പൊ വീടിനെ അവർ പ്രണയിക്കുന്ന പോലെ തന്നെ പ്രകൃതിയും പ്രണയിക്കുന്ന ഒരു രസകരമായിട്ടുള്ള വീട്. അവിടെ കിളി മുട്ടിട്ട് കൂട് വെച്ചിട്ടുണ്ട്. നൗഫലിന്റെ ഒരു കൂടായപ്പോ ആ പ്രകൃതിയിൽ രണ്ടാമത്തെ കൂടാട്ടോ ആണല്ലേ. അതായത് ഞാൻ കൂടിയിരിക്കുന്നതിന് മുമ്പ് ഇതിന്റെ വേറൊരു കൂട് പരയുടെ ഉള്ളിലുണ്ടായിരുന്നു. അവര് വിരിഞ്ഞ് പുറത്തു പോയതിനു ശേഷം ഞാൻ ഹൗസ് വാമിങ് നടത്തി. യെസ്, ഷെയ്ഖ് മുഹമ്മദ് മാത്രമേ അങ്ങനെ ചെയ്തുള്ളൂ. ഒരു കിളിക്കിന്റെ കൂട് വീണപ്പോൾ ആ റോഡ് പണി നിർത്തി വെച്ച ആളാണ് ഷെയ്ഖ് മുഹമ്മദ്. അതുപോലെ ഈ വീടിന്റെ അകത്തൊരു കൂടുണ്ടായിട്ട് അത് വിരിയുന്നവരെ കാത്തിരുന്നു നമ്മളെ നൗഫല്. ഏറ്റവും പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന അവരും സുരക്ഷിതമാണെന്ന് തോന്നുന്നതുകൊണ്ടാണല്ലോ അത്രയും അടുത്ത് കിളിക്കൂട് വെച്ചിട്ടുള്ളത്. പടിവാതിൽ കയറി വരുന്ന വീടാട്ടോ. കാരണം വീട്ടിൽ റോഡും ഉണ്ട്, പടിവാതിലുണ്ട്. അത് 10 സെന്റിൽ വീടും മുറ്റവും അതുപോലെ നമുക്ക് ഫ്രൂട്ട്സുകളൊക്കെ വെക്കാനുള്ള സ്ഥലവും ബാക്കി വെച്ചിട്ടാണ് ഇത്രയും മനോഹരമായിട്ടുള്ള വീട് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതെങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്? വീട് വെക്കുന്നതിന് മുന്നേ ആദ്യം ഇതെല്ലാം നമ്മൾ നോക്കി. അതായത് വീട് വെച്ചാൽ മാത്രം പോരല്ല, നമുക്ക് വണ്ടി നിർത്താനുള്ള ഒരു സ്ഥലം വേണം, തെങ്ങ് വെക്കാനുള്ള ഒരു സ്ഥലം വേണം. അപ്പൊ അതിന്റെ ബാക്കിയുള്ള സ്ഥലത്ത് വീട് ആദ്യം അതിനാണ് പ്ലാൻ. ഏറ്റവും കൂടുതൽ സൗകര്യങ്ങൾ ആദ്യം മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള സ്ഥലത്താണ് വീട്. ഇതിന്റെ പ്ലാനും ചെയ്തിട്ടുള്ളത് നൗഫലാട്ടോ. ഇതിന്റെ പണിയും കംപ്ലീഷനും ബാക്കിയുള്ള വർക്കൊക്കെ നമ്മളെ ലാവിച്ചോ ഹക്കുമാണ് എഞ്ചിനീയറിംഗ് ചെയ്തിട്ടുള്ളത്. ബാക്കി ഇതിന്റെ തുടക്കത്തിലുള്ള പ്ലാനുകളെല്ലാം ചെയ്തിട്ടുള്ളത് നമ്മുടെ നൗഫൽ തന്നെയാണ്. അവര് ഈ ഒരുപാട് വീട് പഠിക്കാൻ പോയിട്ടുള്ള ഒരാളായതുകൊണ്ട് 8 വർഷം ഈ ഫീൽഡ് ഉണ്ടായതുകൊണ്ട് തന്നെ അത് കറക്റ്റായിട്ട് അവൻ്റെ വീട്ടിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ആ ടിപ്സ് നമുക്ക് കാണാം. കിണറിൻ്റെ മുകളിൽ പോലും ടിപ്പാണ്. വളരെ സിമ്പിളായിട്ട് പൊക്കി കഴിഞ്ഞാൽ ഡബിളായിട്ട് ഉപയോഗിക്കാം. മൾട്ടി യൂസാണ്. ക്ലോസ് ചെയ്തിടാം. അതിങ്ങനെ തിരിച്ചു വെക്കുകയാണെങ്കിൽ അതിൻ്റെ മുകളിൽ കപ്പിട്ടിട്ട് വെള്ളം കോരാനും പറ്റുന്ന രീതിയിലാണ്. അവിടുന്ന് തുടങ്ങുകയാണ് ഈ വീടിൻ്റെ രഹസ്യങ്ങൾ കേട്ടോ. നമുക്ക് നൗഫലിനോട് തന്നെ ചോദിക്കാം ഓരോ രഹസ്യം. നൗഫലെ നല്ല രസമുള്ള സ്റ്റെപ്പാണല്ലോ ലെപ്പോത്ര ലെതർ ഫിനിഷ് വെച്ചിട്ടുള്ളത്. ഇത് നമ്മുടെ ബ്രാൻഡാണ്. സിൽവാന്റെ ബ്രാൻഡാണ്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാല് സിൽവാനിൽ എത്തിപ്പെടുന്നത് എങ്ങനെ അറിയാം? എന്റെ വൈഫാണ് സിൽവാനിൽ എത്തിച്ചത്. കാരണം എന്താ വെച്ചാൽ ഓളിങ്ങനെ എന്നോ
വീഡിയോസ് ഇങ്ങനെ നോക്കുമ്പോൾ അസർവയുടെ ടൈല് അത് ജോയിൻ ഫ്രീ ആയിട്ട് വിരിച്ചു നിങ്ങളുടെ ഏതോ ഒരു വീഡിയോസ് കണ്ട് അന്ന് തുടങ്ങിയതാണ്. പെര വെക്കണതിന് മുന്നേ തുടങ്ങിക്കണേ സിൽവാനിൽ പോകണം എന്നുള്ളത്. അവസാനം സത്യം പറഞ്ഞാൽ സിൽവാന്റെ ഒരുപാട് പ്രൊഡക്റ്റുകൾ നമ്മുടെ വീട്ടിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കയറി വരുന്നോട് തന്നെ ഇത് ലെപ്പോത്ര അല്ലേ? അതെ, ലെപ്പോത്ര ലെതർ ഫിനിഷ് ആട്ടോ, അത് നല്ല ക്വാളിറ്റിയിൽ ചെയ്ത്. മാത്രമല്ല ഈ മറ്റേ അർമാനി ഉണ്ടല്ലോ, അർമാനി ഈ വീടിന് ഒരു പോസിറ്റീവ് ലുക്ക്. ഈ സിറ്റ് ഔട്ടിൽ വലിയൊരു സ്ലാബ് വിരിച്ച പോലെ തോന്നും. അത് ജോയിന്റ് ഫ്രീ ആയിട്ടാണ് വിരിച്ചിട്ടുള്ളത്. അതുപോലെ അവരുടെ വൈഫ് അല്ലെ നല്ല പണിക്കാരായിരുന്നു. ആദ്യം പണിക്കാരൻ്റെ സുരൂട്ട് കൊടുക്കുക, അത്രയും വൃത്തിയായിട്ട് വിരിച്ചിട്ടുണ്ട്. മാത്രമല്ല അതിന്റെ ലുക്ക് വളരെ പോസിറ്റീവ് വൈബുള്ളൊരു. കാരണം ഒരുപാട് ആളുകൾ ഇപ്പോഴും മെസ്സേജ് അയച്ചു നോക്കുന്നത് ഗ്രാനൈറ്റ് ആണോ മാർബിൾ ആണോ എന്ന് വരെ ഡൗട്ടാണ് ആളുകൾക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിന്റെ ആ ഒരു ഡിസൈനും കാര്യങ്ങളും ആൾ കൂടുതലും ഇല്ല, കുറവും ഇല്ല. ലൈറ്റ് കളർ, അതെ വൈറ്റ്. ഞങ്ങൾക്കൊരു വൈറ്റ് തീമല്ല നമ്മള് പെരണ്ടായിരുന്നത്. അപ്പൊ വൈറ്റ് ഫുള്ള് വൈറ്റ് ആക്കാന്ന് പറഞ്ഞപ്പോ ഫുള്ള് വൈറ്റ് മെയിൻ്റെനൻസിന് എന്തെങ്കിലും ഇഷ്യൂ വരുമോ എന്ന് പിന്നീട് ചിന്തിച്ചപ്പോ അതിന്ന് ലേശം ഒന്ന് ടച്ച് മാറ്റി പിടിച്ചാണ്. പക്ഷെ നമുക്ക് മനസ്സിൽ വിചാരിച്ച സാധനവും കിട്ടി. മൊത്തത്തില് ഈ കളറില് ഈ ടൈൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കരുത്. അസർവയുടെ അർമാനി ഗ്രേ, അത് നിങ്ങൾ ചോദിച്ചു വാങ്ങണം. അസറുടെ അർമാനി ഗ്രേ നൗഫലിന്റെ വീട്ടിന് ഏറ്റവും സൂട്ടബിൾ ആണ്. കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെ വീട്ടിൽ വെക്കാൻ നിങ്ങൾ ആഗ്രഹിക്കും. ഒരു വൈറ്റ് വീട് വെക്കുന്നവർക്ക് ഏറ്റവും സൂട്ടബിൾ. വൈറ്റ് എന്നല്ല എല്ലാവർക്കും. ഇവിടെ നല്ലൊരു ഊഞ്ഞാൽ കൊടുത്തു അല്ലേ? ചാരുപടി എന്ന് വെക്കുന്നതിന് പകരം അവിടെ ഇങ്ങനെ ഇരുന്ന് ആടാനും പാടാനും വർത്താനം പറഞ്ഞിരിക്കാനും പറ്റുന്ന രീതിയിൽ നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഊഞ്ഞാലും കൊടുത്ത്. അവിടെ ചാരുപടി ആവുമ്പോ ഒരു തടസ്സാ. അതെ, അതിന്റെ അല്ലെങ്കിലും ചെരുപ്പൊക്കെ കൊണ്ടേ പോകും. ഇതാകുമ്പോ ഇങ്ങനെ നല്ല മൂവ്മെന്റ് ആണല്ലോ, നല്ല റിലാക്സ് ആയിട്ട്. അത് നല്ല പ്രകൃതിയിൽ നിന്ന് കാറ്റ് കിട്ടുന്ന രീതിയിലാണ് ഓപ്പൺ സിറ്റ് ഔട്ടാണ് ചെയ്തത്. നൗഫലിന്റെ വീട് കാണാൻ പറഞ്ഞാൽ കേരളത്തിൽ എല്ലാവരും ആഗ്രഹമായിരിക്കും. പല ചാനലും വന്നിട്ടുണ്ട്, പക്ഷെ പ്രൊഡക്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോസ് ആണ് സിൽവാൻ മുസ്തഫ എന്ന യൂട്യൂബ് ചാനലിൽ. ഒരുപാട് ആളുകൾ ചോദിക്കുന്നതാണ് ഇത് ഏത് സാധനമാണെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയുന്നില്ല. അസർവയുടെ അർമാനി ഗ്രേ ആണ് ഫ്ലോർ ടൈൽസ് വെച്ചിട്ടുള്ളത്. നൗഫലിലെ ഗേറ്റ് ഓട്ടോമാറ്റിക് ആണ്, സ്വിച്ച് ഓട്ടോമാറ്റിക്. ഈ ഫ്രണ്ട് കാണുന്നിടത്ത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമ്മള് വയനാടോ എവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം എനിക്ക് മൊബൈലിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. ലൈറ്റ് ഓഫ് ആക്കാം, അല്ലെങ്കിൽ അയലോക്കത്ത് നിന്ന് ആരെങ്കിലും നിങ്ങളൊന്ന് പോയി ഓഫ് ചോദിക്കേണ്ട ഒരു അവസ്ഥ. ഇന്നത്തെ ടെക്നോളജി യൂസ് ചെയ്തിട്ടുണ്ട്. ഏത് ലോകത്താണെങ്കിലും മൊബൈലിൽ ഇരുന്നിട്ട് ഓൺ ആക്കാനും ഓഫ് ആക്കാനും പറ്റുന്ന ആധുനിക ടെക്നോളജിയാണ് സ്മാർട്ട് സ്വിച്ച്. അതുവരെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിട്ട്. ഇവിടെ നമ്മൾ സിറ്റ് ഔട്ടിൽ നിന്ന് കാണുന്ന ഒരു വൈബ് അല്ല കേട്ടോ. അകത്തേക്ക് കയറിയാൽ ഇപ്പൊ സിറ്റ് ഔട്ട് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും അല്ലേ? അകത്തേക്ക് കയറി കഴിഞ്ഞാൽ വേറെ ഒരു ലോകമാണ്, ഒരു റോയൽ പാലസിന്റെ ഫീലാണ്. അത് കണ്ടോക്കെ നൗഫലിന്റെ പാലസ്. റോയൽ പാലസ് എന്ന് പറയാലേ, അല്ലെങ്കിൽ തന്നെ നെഗറ്റീവ് കൊണ്ട് ഒരു പേര് വെച്ചു അല്ല. ഇത് ഞാൻ പറഞ്ഞത് നൗഫലിന്റെ വീട് എന്നതിലപ്പുറം 2400 സ്ക്വയർ ഫീറ്റ് ഇത്രയും സൗകര്യത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പുതുതായിട്ട് വീട് ഒരുക്കുന്ന ആളുകൾക്ക്, നമ്മളെ വീഡിയോ കാണുന്ന ആളുകൾ അങ്ങനത്തെ ആളുകളാണ്. കാരണം വീട് ഒരുക്കുന്ന ആളുകളാണ്, അവർക്കൊരു ഉപകാരമാണ്. അതുകൊണ്ട് പറഞ്ഞാൽ നമ്മളൊന്ന് കണ്ടോക്കാം. ഈ മോനെ നൗഫലിന്റെ സ്വപ്ന ഭവനത്തിന്റെ അകത്തേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. കയറി വരുമ്പോൾ തന്നെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു പോസിറ്റീവ് ആയി മുന്നിൽ നല്ലൊരു. ഈ മരത്തിന്റെ പേരെന്താ? ഫൈക്കസ്. ഇമ്പോർട്ടഡാ തോന്നുന്നുണ്ട്. അത് ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമ്മൾ ഇത്രയും വലുപ്പമുള്ളതാണ് വാങ്ങി വെച്ചത്. നല്ല വില ഉണ്ട് കേട്ടോ. ഈ മരത്തിൽ മാർക്കറ്റിൽ വില ഉണ്ട് തോന്നുന്നുണ്ട്. വെച്ച് നോക്കിയിട്ടുണ്ട്. ഇതിന്റെ ഭാവിയിലുള്ള കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. മാത്രമല്ല മുകളിൽ നിന്ന് നേരിട്ട് സൂര്യപ്രകാശവും മഴവെള്ളവും കിട്ടും. ഒരു ഇതാണ് വെച്ചിട്ടുള്ളത്. എന്താ പറയാ, 4 കെട്ട് വീട്. അതാ ഞാൻ പറഞ്ഞത്, 2500 സ്ക്വയർ ഫീറ്റ് വെക്കണം എന്ന് ആഗ്രഹമുള്ള ആളുകൾ, അല്ലെങ്കിൽ ചെറിയ ഒരു ആവറേജ് വീട് വെച്ച് അവിടെ കോട്ടയാട് വെക്കണം എന്ന് ആഗ്രഹിക്കുന്ന പറ്റുന്ന ആളുകൾക്ക് പറ്റിയൊരു വീടാണ്. ഇങ്ങനെ ഇറങ്ങിയിരിക്കാൻ പറ്റും. തമാശകളൊക്കെ പറഞ്ഞു. പിന്നെ കുടുംബത്തിൽ എപ്പോഴും ഓരോ പെങ്ങന്മാരും ഓരോ കൂട്ടുകാരെ കൂടുന്നതാണ്. ഇവിടെ വന്ന് ഇങ്ങനെ ഇരുന്ന് തമാശ. ഈ വീടിന്റെ ഏറ്റവും രസകരമായിട്ടുള്ളത് എനിക്ക് ആ ലിവിംഗ് റൂമിൽ കണ്ട മനോഹരമായിട്ടുള്ള സോഫ അല്ല, ഈ ഇരുത്തത്തിന് വെക്കുന്ന ഒരു സുഖാരത്തിന്. ഇതിന്റെ ഏറ്റവും വേറെ രസം എന്താ അറിയോ? മൾട്ടി പർപ്പസ് ആണ് ഈ വീട്ടിൽ. പല മൾട്ടി യൂസ് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ശരിക്കും ഇങ്ങനെയുള്ളൊരു, അതായത് കുറെ നേരമാണെങ്കിലും നമുക്ക് എത്ര സമയമാണെങ്കിലും ഇങ്ങനെ എത്ര പുതിയ കണ്ടന്റുകൾ ഇവിടെ ഇരുന്നിട്ട് ചർച്ച ചെയ്ത് ആലോചിച്ചുണ്ടാക്കാൻ പറ്റും അല്ലേ? അതായത് ഇവിടെ ഇന്നിപ്പോ രാത്രി വരുമുണ്ടാ, നേരെ മറിച്ച് ഒരു ഉച്ച 12 മണിക്കൂർ നോക്കി ഇതേ തണുപ്പ് ഉണ്ടാവും ഇവിടെ കിട്ടൂലേ. കാരണം എന്താന്ന് വെച്ചാൽ നമ്മള് ഈ കിഴക്ക് പടിഞ്ഞാറെന്നുള്ള കാറ്റ് എന്ന് പറയുന്നത് ഈ പഴമക്കാര് പറയൂലേ, അത് ഈ വീട്ടിൽ യൂസ് ചെയ്തിരുന്നേ. നമുക്ക് നമ്മുടെ അവിടെ ചെയ്യാൻ പറ്റും. അപ്പൊ അത് യൂസ് ചെയ്ത് പിന്നെ ഏതൊരു വീട്ടിൽ പോയി കഴിഞ്ഞാലും നമ്മളൊരു ഫംഗ്ഷന് പോവാണ്, അപ്പൊ നമ്മൾ വീട് മൊത്തം അടച്ച് പൂട്ടി പോകും. എന്നിട്ട് വരുമ്പോ മൊത്തത്തിലൊരു ആവിയാവും ഇത് തുറന്നേ. ഇവിടെ അതുണ്ടാവില്ല. ഈ ആവി എല്ലാം അങ്ങനെ ചുരുട്ടി നമ്മള് ചുഴലിക്കാറ്റ് പോണ മാതിരി മുകളിൽ വലിച്ചു പോയി. അതൊക്കെയാണ് ഇതിന്റെ ഒരു ശാസ്ത്രീയ കേട്ടോ. അത് വളരെ യൂസ്ഫുൾ ആയി ചെയ്തിട്ടുണ്ട്. ആ എയറിനെ നമ്മൾ എയർ പാസ് പറയും, ചില ആളുകൾ പോക്കരുവ് എന്നൊക്കെ പറയും. അത് വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇതിന് വേറെ ഞാൻ പറഞ്ഞില്ലേ, എല്ലാം മൾട്ടി പർപ്പസ് ആണ്. ഇവിടെ ഇങ്ങനെ ഇരിക്കാം, തമാശ പറയാം, കോട്ടയാടുണ്ട്,
4 കെട്ടുണ്ട്. ഒതു എടുക്കണമെങ്കിൽ ഇവിടെ ടാപ്പും കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ ഒതു എടുത്തു കഴിഞ്ഞാൽ നേരെ കയറിയ പ്രയർ റൂമിലേക്കാണ്. ലെഫ്റ്റ് കാണുന്നത് സംഭവം എന്താണെന്നറിയോ, എന്നോട് പണ്ട് ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ഈ ബാത്റൂമിൽ ഒതു എടുക്കണേക്കാളും നല്ലത് സെപ്പറേറ്റ് ഒന്ന് പുറത്തുനിന്നോ അല്ലെങ്കിൽ നല്ല വൃത്തിയുള്ള സ്ഥലത്തുനിന്ന് എടുക്കാന്നുള്ള. പിന്നെ ഏറ്റവും അനുയോജ്യം അങ്ങനെ അതെ, ഒതെടുത്ത് വെള്ളം അതിന് മരത്തിൽ നിറയും ചെയ്യും. ഒരു നല്ല സ്ലൈഡിങ് ഡോറ് കടന്ന് കയറി കഴിഞ്ഞാൽ കിട്ടുന്നത് നല്ലൊരു പ്രയർ റൂമാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത അറിയോ, ഈ പ്രയർ റൂമിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് മൾട്ടി പർപ്പസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിസ്കാരം കഴിഞ്ഞിട്ട് മറ്റുള്ള പ്രാർത്ഥനകളാണ് ഇവിടെ ഇരിക്കാൻ പറ്റും. ഇത് ഇരിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയില്ല, ഈ വീട്ടിലെ ഹിഡൻ ആയിട്ടുള്ള പല സാധനങ്ങളും ഒളിപ്പിച്ച് വെച്ചിട്ടുള്ളത് ഇതിന്റെ അടിയിലാണ്. ബാറ്ററി പെട്ടി മുതൽ ഇൻവേർട്ടർ മുതൽ CCTVയുടെ ആക്സസ്, ക്യാമറകൾ, DB വരെ അല്ലെ. സാധാരണ എല്ലാവരും എന്ത് ചെയ്യാ, കോണി റോട്ടിൽ കുറെ വെക്കും. അതെ, ആ കോണി എപ്പോഴും വൃത്തിക്കാണെങ്കിൽ അതിന്റെ അടിയിലൊന്നും പാടില്ല. യെസ്, അപ്പൊ ആ സാധനത്തിൽ വെച്ചതിൽ ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ വിചാരിച്ചൊരു കുഷനാണ്. എല്ലാ സാധനം ഞാൻ പറഞ്ഞത് ചെറിയ ടിപ്സ്. കാപ്പണി മുക്കാച്ചോർക്ക് നോക്കല് ഫുള്ള് ഓന്റെ ഐഡിയകൾ ഓന്റെ വീട്ടിൽ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കാൻ മാത്രമല്ല, പ്രാർത്ഥന കഴിഞ്ഞിട്ടുള്ള ചെല്ലിപ്പറച്ചിലൊക്കെ ഖുർആൻ ഓതാനൊക്കെ ഇവിടെ ഉപയോഗിക്കാൻ. പക്ഷെ നമ്മളെ കോണിച്ചോടിന്റെ അടിയിൽ വെച്ചിട്ട് കോണിയുടെ താഴെ വെച്ചിട്ട് അലമ്പായിരിക്കുന്ന പല സാധനങ്ങളും ഇതിൻ്റെ ഉള്ളിൽ സേഫ് ആയിട്ട്. അതാണ് മൾട്ടി പർപ്പസ് എന്ന് പറഞ്ഞത്. എല്ലാം വെക്കാനൊക്കെ സ്പെഷ്യൽ ഏരിയ കൊടുത്തു, വിൻഡോയും കൊടുത്തു. ആ വിൻഡോ ഓപ്പൺ ആക്കിയിട്ട് കാറ്റും കിട്ടുന്ന രീതിയിൽ തന്നെയാണ് പ്രയർ റൂം. ഇവിടെ ഒരു ഫാൻ ഉണ്ട്, അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തുള്ള ഒരു പ്രയർ റൂം. അതുപോലെ തന്നെ ഇവിടെ അല്ലേ സ്റ്റഡി യൂണിറ്റ്. ഇതെന്താന്ന് വെച്ചാൽ സാധാരണ ഇപ്പൊ നമ്മളൊക്കെ കുന്തളിച്ച് നടക്കുന്ന റൂമിൽ നമ്മൾ പഠിക്കാൻ വിട്ടാല് നമ്മൾ മൊബൈലിൽ കളിക്കും. ഇതിപ്പോ നമ്മുടെ കണ്ണിന്റെ മുന്നിൽ തന്നെ കുട്ടികളുണ്ടാവും പഠിക്കാൻ. സ്റ്റഡി ഏരിയ, അതായത് അവിടെ ഇരുന്ന് കളിക്കും. നമുക്ക് മാതാപിതാക്കൾക്കാണെങ്കിൽ ഇരിക്കും ചെയ്യാം. അല്ല, വൈഫിന് ഇരുന്ന് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ള ലെവലിലാണ്. വൈഫ് മാത്രമല്ല, നിങ്ങൾക്ക് ഇരുന്ന് പഠിപ്പിച്ചു കൊടുക്കാം. വൈഫിന് എത്തിട്ട് മാത്രമല്ല, അവിടെ ഇരുന്ന് പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സെറ്റ്. അതുകൊണ്ട് തന്നെ നേരത്തെ നൗഫല പറഞ്ഞ സ്റ്റെയറിന്റെ താഴത്ത് അങ്ങനത്തുള്ള അലപ്പിൽത്തൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ട് ആ സ്റ്റെയറിന്റെ കരിവാകയിൽ ഡിസൈൻ ചെയ്ത ആ വുഡിന്റെ ആ 40 mm തിക്നെസ്സിൽ വുഡ് ചെയ്ത ആ സ്ട്രക്ചർ വർക്ക് ചെയ്ത മനോഹരമായിട്ടുള്ള സ്റ്റെയർ ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ അതിന്റെ അടിയിൽ അടച്ചിട്ട ഒരു റൂമായിരിക്കും വരിക അല്ലെ. പിന്നെ നമ്മൾ അവിടെ സ്റ്റെപ്പിൽ ചെയ്ത അതേ കോമ്പിനേഷനിൽ തന്നെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ല, ഇരിക്കാനുള്ളൊരു ഫീല്. ഇവിടെ സത്യത്തിൽ നമ്മളെ പെരയിലൊരു ഫാമിലി ഫംഗ്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ വൈകുന്നേരം രാത്രിയൊക്കെ ഇരുന്ന് സംസാരിക്കാൻ, ഒരു 8-10 ആൾ കുടുംബങ്ങൾ കസിൻസിന് ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി. ഈ വീടിന്റെ ഒരു ഹൈലൈറ്റ് പ്ലേസും തന്നെ ഇതായിരിക്കും അല്ലെ, പുറത്തുനിന്നുള്ള പ്രകാശം കിട്ടിയിട്ട്. പിന്നെ ഈ സാധനം കണ്ടോ, ഇത് മെയിൻ ആയിട്ട് ഉദ്ദേശം എന്താ വെച്ചാൽ ഇതിലിപ്പോ 2 ആൾക്ക് ഇരിക്കാം. ഇവിടെ ഇപ്പോ കുറച്ച് പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാം. അവിടെ വേണമെങ്കിൽ ഭക്ഷണം കഴിച്ചവർക്കും ആണെങ്കിൽ അവിടെ ഇരുന്ന് കുറെ പേർക്ക് കുറെ ടൈം നിന്ന് സ്പെൻഡ് ചെയ്യാനുള്ള ഒരു സ്ഥലമായിട്ട്. ഒരു 50 ആളോളം വന്നാല് ഈ ഡൈനിങ് ഹാൾ അതിനെ വളരെ ശുദ്ധമായിട്ട് കീപ്പ് ചെയ്തോളും. വളരെ മനോഹരമായിട്ട് കീപ്പ് ചെയ്യും. കാരണം അവിടെ 2-3 ആൾക്ക് ഇരിക്കാം, ഇവിടെ ഇരിക്കാം. തിരിഞ്ഞിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ടീം വരികയാണെങ്കിൽ നല്ല സുഖമായിട്ട് ഇരുന്ന്. അതായത് ഏറ്റവും വലിയ വിൻഡോ ഇവിടെ ഉള്ളത്. ഫുൾ ലെങ്ത് അല്ലേ, ഫുൾ. ഞങ്ങൾ രാത്രിയാണ് വന്നത് കേട്ടോ, അല്ലെങ്കിൽ പകലിനെ വെളിച്ചം കൂടെ കാണും. അവിടെ നമ്മൾ ആ ചെടി കൊടുത്തിട്ടുണ്ട്. നല്ല രസമുള്ള പ്ലാന്റ്സുകൾ, സ്ലൈഡിംഗ് വിൻഡോ. ഇപ്പൊ ഈ ഒരു വിൻഡോ വെക്കണമെങ്കിൽ ഏകദേശം മാക്സിമം എത്ര വരും? ഏകദേശം നിങ്ങളൊരു കണക്കിൽ പറയാം, നമ്മള് നല്ല ക്വാളിറ്റി സാധനം കൊണ്ട് എല്ലാ സാധനം, ഇത് ക്വാളിറ്റി ഇല്ലാന്നുള്ളതല്ല, അതായത് ഇത്രയും വലിയൊരു വിൻഡോ വെക്കണ നല്ലൊരു ബഡ്ജറ്റ് ആവൂലേ. പക്ഷെ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ബഡ്ജറ്റ് ആവൂല, നല്ല പോളിഷറാടാ. നമ്മള് പടവിന്റെ ഒപ്പം ചുമരിന് കൊടുത്തിട്ട് ചെയ്താലേ. പിന്നെ അതുപോലെ സ്ലൈഡിംഗ് ഡോറാണ്. പക്ക നാച്ചുറൽ കാറ്റ് കിട്ടും. അത് സ്ലൈഡിങ് തുറന്നു വെച്ചാൽ കാറ്റ് കിട്ടും. സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പടവും തന്നെയാണ് റാഡ് കൊടുത്തിട്ടുള്ളത്. അത് നൗഫല് ഓൾറെഡി ആ ഫീൽഡ് ആയതുകൊണ്ട് കറക്റ്റ് മനസ്സിലാക്കുന്ന. ഇവിടെ നല്ല പില്ലറുകൾ ക്ലാഡിങ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. കൊളോണിയൽ മാത്രം ട്രഡീഷണലും പിടിച്ചു. രണ്ടും കൊളോണിയലും ട്രഡീഷണലും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതിന്റെ ഒരു മറ്റൊരു ഭംഗി ഇവിടെ ഇരിക്കാനുള്ള സോഫയും അതുപോലെ ചുമരിൽ കൊടുത്തുള്ള ഡിസൈൻ ഒക്കെ. ഇതിനൊക്കെ ഇന്റീരിയർ ഡിസൈനിങ് ഒന്നും ചെയ്തില്ല കേട്ടോ. ഇതൊക്കെ ഇവരെ തരുന്ന ആ കളർ തീം ഉണ്ടല്ലോ, അത് ആ മൊറോക്കൻ ഡിസൈൻ വരെ അയിമ കൊടുത്തു, അത് കൊടുത്തു. അതിങ്ങനെ കാർപ്പറ്റിലേക്ക് വരെ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു വലിയ രീതിയിൽ ഇന്റീരിയർ ഡിസൈനിങ്ങിന് കാശ് ചെലവാക്കിയ ഒരു വീട് പോലെ സിലിണ്ടർ കോബ്ലേറ്റ് കൊടുത്തിട്ട് സീലിംഗിൽ ഒന്നും ചെയ്യാത്ത സിലിണ്ടർ കോബ്ലേറ്റ് ഇതായി എന്തായി വാർക്കുന്ന ടൈമിൽ ഇതിട്ടുള്ള ഒരു ജിപ്സും ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തില്ല. അതെ, അതോടുകൂടെ ഓൾറെഡി ഇന്റീരിയർ ചെയ്ത ഫീലായി. അതാണ് ഞാൻ പറഞ്ഞ കാപ്പണി മുക്കാച്ചോർക്കുന്നത്. ചെറിയ ചെലവിലാണ് ഓഫർ ഇത് പടുത്തുയർത്തിയിട്ടുള്ളത്. ഇത് സീലിംഗ് ചെയ്താൽ ഇതേ കിട്ടുള്ളൂ. അതെ, സീലിംഗ് ചെയ്താൽ ഇത്ര തന്നെ കിട്ടുള്ളൂ. പക്ഷെ പടവ് വാർപ്പിന്റെ സമയത്ത് തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് അത്രയും ക്യാഷ് ബാക്കിയായി കിട്ടി. ഇവിടെയാണ് ഒരു എന്താ പറയാ, നമ്മൾ ഗസ്റ്റ് ലിവിംഗ്, ഗസ്റ്റ് ലിവിംഗ്. ഇതിന്റെ പ്രത്യേകത പറഞ്ഞാൽ നമ്മളിവിടെ നിന്ന് സംസാരിക്കണമെങ്കിൽ നമ്മളെ ബാക്കി വൈഫും ടീമൊക്കെ അവിടെ നേരെ ഓപ്പോസിറ്റ് ഇരുത്താനുള്ള സൗകര്യം തന്നെ. അതെന്താ വെച്ചാൽ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന കാര്യം അതാ. നമ്മളിപ്പോ ഒരു ഫംഗ്ഷന് ഒരു നമ്മുടെ വീട്ടിൽ തന്നെ ആരെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ
ആണുങ്ങൾ മെയിൻ ആയിട്ട് ഇവിടെ ഇരിക്കും, ഹാൾ ലിവിംഗിൽ ഇരിക്കും. പെണ്ണുങ്ങൾ ഒന്നില്ലെങ്കിൽ അടുക്കളയിലുണ്ടാവും, അല്ലെങ്കിൽ ബെഡ്റൂമിലുണ്ടാവും. ഒരിക്കൽ ഇരിക്കാനായിട്ട് ഒരു സ്പേസ് ഉണ്ടാവില്ല. ഓൽക്കായിട്ടുള്ള ഒരു സ്പേസ് അപ്പുറത്ത് കണ്ടതാണ്. അത് മാത്രമല്ല നമ്മൾ ഇരിക്കണമെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മുഖാമുഖം സംസാരിക്കാൻ പറ്റുന്ന രീതി തന്നെയാണ് ഡൈനിങ് ഹാളിന്റെ ഒരു ഗ്യാപ്പിൽ അത്ര വലിയ ഡോർ എടുത്തോണ്ടാ ഭംഗി കിട്ടിയത്. ചെറിയ ഡോറാണെങ്കിൽ ചിലത് പാർട്ടീഷൻ ചെയ്യും ആളുകൾ, അപ്പൊ എന്താവും ഈ ഫീൽ കിട്ടൂല. ഒരു ഓപ്പൺ ചെയ്യുന്ന ഇന്ത്യ ശരിക്കും മണ്ടത്തര അല്ലേ? കൊറേ പാർട്ടീഷൻ വരുമ്പോ അതിന് ആ ഭാഗം ഇടുങ്ങി പിടിച്ചോണ്ടാവും. ഇതിക്കിപ്പോ ഈ പേരിൽ ഏറ്റവും ഒരു ബ്രീത്ത്, അതായത് ഇവിടെ ഇരുന്നാൽ പോലും ഒരു കൺജസ്റ്റഡ് ഫീൽ ചെയ്യാത്ത രീതിയിൽ ആ ഡൈനിങ് ഹാളിന്റെ വിശാലത ആസ്വദിക്കാൻ പറ്റുന്നത് ഇത്തിരി വലിയ ഡോർ എടുത്തോണ്ടാണ്. നേരെ മറിച്ച് സാധാരണ ഡോറും ചെറിയൊരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഇരിക്കുന്ന ആളുകളെ കാണും എന്നൊരു ധാരണയിലാണ് പാർട്ടീഷൻ കൊടുക്കുക. എന്നാൽ കാണാനുള്ളത് കാണും ചെയ്യും, പക്ഷേ ഭയങ്കര കൺജസ്റ്റഡ് ആയി പോകും. പിന്നെ മെയിനായിട്ട് നമ്മൾ ഇവിടെ ഒന്നും ടി വി യൂണിറ്റോ കാര്യങ്ങളൊന്നും ടി വി യൂണിറ്റിന് ആകെ ഒരു ഇത് മാത്രം സെറ്റ് ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ നമ്മളിത് എൽ ഷേപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരാൾക്കുള്ള സ്പേസ് കിട്ടും, പക്ഷെ ഈ ഒരു ഭംഗി കിട്ടൂല. അത് ഇവിടെ ഒരു നാച്ചുറൽ പ്ലാന്റ്സ് കൊടുത്തു, ഒരു ലൈറ്റ് കൊടുത്തു, ആ ഭംഗി ഒരാൾക്കുള്ള ഭംഗി കൺജസ്റ്റഡിനെക്കാട്ടി നല്ലത് റൂം ഭംഗി എടുക്കുക, അത് മാക്സിമം യൂസ് ചെയ്ത്. പിന്നെ ഇതൊക്കെ നമ്മൾ തന്നെ ഇവിടെ വെച്ച് കസ്റ്റമൈസ് ചെയ്തതാ. ഈ വീട്ടിലെ എല്ലാ സാധനം, ഇപ്പൊ ഈ സോഫ ആണെന്നുണ്ടെങ്കിലും അതേമാതിരി ഡൈനിങ് ടേബിൾ ആണെന്നുണ്ടെങ്കിലും എല്ലാം ആകെ നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ട് ഈ കാർപ്പറ്റൊക്കെ നമ്മൾ വാങ്ങി, ബാക്കിയുള്ളതൊക്കെ നമ്മൾ എന്താ വെച്ചാൽ അത് അളവ് എടുത്തിട്ട് ചെയ്ത വളരെ രസകരമായിട്ടുള്ള ടീപ്പ് കേട്ടോ, വളരെ രസകരമായിട്ട്. അത് മാത്രമല്ല എന്തെങ്കിലും സാധനങ്ങൾ കൊടുത്താൽ വെക്കാൻ വല്ല ഒരു ചെറിയ ഒരു ഗ്രൂ ഒക്കെ ഇട്ടിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. എല്ലാം ഇവിടുന്ന് ചെയ്തെന്നുള്ളതാണ് ഈ വീടിന്റെ ഒരുപാട് ചെലവ് ചുരുങ്ങാൻ കാരണം. നോഫലിന്റെ 2 പ്ലേ ബട്ടണും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഫ്രെയിമിൽ ടി വി ഒന്നും വെക്കണ്ട, ഒരുപാട് പ്ലേ ബട്ടൺ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ചിലപ്പോൾ ലാസ്റ്റ് നീക്കുന്ന ആളൊക്കെ ഒരു മെല്ലെ കഴിക്കും, അത് ഒരുപാട് എനിക്ക് അനുഭവം ഉണ്ടായിരുന്നു. അപ്പൊ എന്താക്കി ആ സാധനത്തിനും പാടെ നമ്മൾ മാസ്ക് ചെയ്തിട്ട് വാഷ് ബേസിന് ഇങ്ങനെ അങ്ങോട്ട് കൊടുന്ന് ഇവിടുന്ന് കഴുകുക. ഇവിടുന്ന് ഒരു പാർട്ടീഷൻ കൊടുത്ത് കഴുകി കഴിഞ്ഞാൽ പിന്നെ ഈ കഴുകിയ ആൾക്ക് ഒരിക്കലും ഇതിനെ പോകണ്ട, ഇങ്ങനെ ഒരു വാഷ് ബേസിന് വരെ അത്രത്തോളം പ്ലാൻ ചെയ്തിട്ടാണ് നോഫൽ ചെയ്തിട്ടുള്ളത്. നല്ല റൗണ്ട് നമ്മുടെ സിൽവാന്റെ സാധനം വരുന്നത്, സിൽവാന്റെ വാഷ് ബേസിനാണ്. അതുപോലെ തന്നെ നല്ല ഭംഗിയായിട്ട് ടേബിൾ ടോപ്പ് 45 ഡിഗ്രി എല്ലാം ചെയ്തിട്ടുള്ളത്. നമ്മളുടെ തിക്നെസ്സിൽ കട്ട് ചെയ്ത് വെച്ചുള്ള വർക്ക് അതേ രീതിയിൽ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇതൊരു ചാർക്കോൾ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പ്ലെയിൻ ഡോറാണ്, പക്ഷെ ഇവിടെ ഒരു കോമൺ ബാത്റൂം ഉണ്ട് കേട്ടോ. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ കോമൺ ബാത്റൂമാണ്. വാഷ് ബേസും കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാത്റൂമിലൊക്കെ ഒന്ന് പോകണമെന്നുണ്ടെങ്കിൽ പോകാൻ പറ്റുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് എന്താ വെച്ചാൽ ഇവിടുന്ന് നോക്കുമ്പോ ആ സാധാരണ ഒരു പൂക്കളുള്ള ഡോറൊക്കെ കൊടു നോക്കും, എന്നിട്ട് ഇത് വരുന്നോരേ ഹാളിൽ ഇപ്പൊ അത് മോറായി. ഹാളില് നമുക്ക് ഇവിടെ ഇതിനെ സ്പേസ് ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ എന്താക്കും, അതിനെ മാസ്ക് ചെയ്തിട്ട് വീട്ടിലുള്ളവർക്ക് അറിയാതെ നോക്കി അറിയാൻ പറ്റും ഇവിടെ ഡോർ ഉണ്ട്. നല്ല നേരെ ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോ ചാർക്കോളിൽ ഇങ്ങനെ പാനലിംഗ് ചെയ്ത അടിപൊളി വോളായിട്ട് കാണാം. അതിന്റെ അകത്താണ് ആ ഒരു ബാത്റൂമിനെ മാസ്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ എക്സ്പെൻസ് ഇറക്കുക ഇതുപോലെ പാർട്ടീഷനിലാണ്. കുറെ ഇന്റീരിയർ ചെയ്ത് കുറെ ലൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്യില്ല. ഇത് സിമ്പിൾ ആയിട്ട് ഇന്റീരിയർ, വളരെ സിമ്പിൾ ആയിട്ട്. പിന്നെ ഓരോരുത്തരും ഇഷ്ടമാണ് കേട്ടോ ഇന്റീരിയർ ചെയ്യുന്നത്. ഞാൻ ഇന്ത്യയില് പൈസ ഞാൻ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കുകൊണ്ട് ഞാൻ ഇങ്ങനെ ആക്കിയത്. ഞാൻ പറഞ്ഞ കാപ്പണി മുക്കാച്ചോർക്കാണ്. വീട് പർപ്പസ് നടക്കും, ഭംഗി ഉണ്ടാവും. പിന്നെ ഓരോ എലമെന്റ്സ് ഉപയോഗിക്കൽ ഓരോരുത്തരുടെ ചോയ്സ് ആണ്, ഓരോരുത്തരുടെ ഫണ്ടിനനുസരിച്ചാണ്, ഓന്റെ ബഡ്ജറ്റിനനുസരിച്ചാണ് ചെയ്തത്. പക്ഷെ ക്ലാസിക് ലുക്കായി പോയി. വീട് ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്, അവരുടെ ബഡ്ജറ്റിനനുസരിച്ച് ഉണ്ടാക്കും. നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് നമ്മൾ ഉണ്ടാക്കില്ല. നമ്മളെ വീട് വലുത് നമ്മൾ ഒരിക്കലും പറയില്ല. അതല്ലേ ഞാൻ പറഞ്ഞില്ലേ, ഒരു ആവറേജ് മലയാളി, അതായത് ഒരു ഗൾഫിലൊക്കെ പോയി ഒരു വീടൊക്കെ ആഗ്രഹം, ഒരു 2500 സ്ക്വയർ ഫീറ്റിൽ ഇത്രയും സൗകര്യമുള്ള ഒരു വീട് ആണ് അവരുടെ സ്വപ്നം. അപ്പോൾ ആ സ്വപ്നത്തിൽ എല്ലാം ഒതുങ്ങി എന്നുള്ളതാണ് ഈ വീടിൻ്റെ. നൗഫലിൻ്റെ ഒരു വ്ളോഗർ വീട് ചെയ്യുന്നതിനപ്പുറം എല്ലാം ഒതുങ്ങിയ ഒരു വീട് ചെയ്യാന്നുള്ളൊരു ഭാഗ്യം കിട്ടി എനിക്ക്. നൗഫലിൻ്റെ വീട് ഓൾറെഡി നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഓരോ ടിപ്സുകളും നമ്മൾ ഓരോ ഹോം ടൂർ പോകുമ്പോൾ കാണുന്ന ടിപ്സുകളും. പിന്നെ ഇതിൻ്റെ കിച്ചൺ ഒന്ന് കണ്ടു നോക്കട്ടോ. ഒരു ഇംഗ്ലീഷ് ഫീലുള്ള കിച്ചണാണ്, നമുക്ക് കണ്ടു നോക്കാം. നൗഫലെ ഒരു ഇംഗ്ലീഷ് കിച്ചണാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു രക്ഷയില്ല, പ്യൂർ വൈറ്റ്. ഇവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നല്ല പോസിറ്റീവ്. ഇതിൽ എന്തൊക്കെയാണ് അതിന്റെ ടിപ്സ്? ഹൗസ് വാമിങ്ങിന്റെ ടൈമിൽ സാധാരണ എല്ലാവരും ഹാളും സിറ്റ് ഔട്ട് ഒക്കെ അടുക്കളയിൽ നിന്ന് പെണ്ണുങ്ങൾ പോയായിരുന്നില്ല. എന്നിട്ട് ഏറ്റവും കൂടുതൽ എനിക്ക് വന്ന നമ്മൾ കേൾക്കേണ്ടി വന്നത് ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഇത് പണിയെടുക്കാൻ എന്റെ വൈഫിനോട് ചോദിച്ചായിരുന്നു ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. നമുക്കെന്താ വെച്ചാൽ പേടിയാണ് ഇത് മെയിൻറ്റെയിൻസ് ചെയ്യുമെന്ന്. പക്ഷെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഹൗസ് വാമിങ്ങിന് ഇത്ര ദിവസത്തില് ഇവരിത് വൃത്തിക്ക് കൊണ്ടു നടക്കേണ്ടതുള്ള. അപ്പൊ എല്ലാവരും വീട്ടിൽ വൈറ്റ് കിച്ചൺ വെക്കണം. വൈറ്റ് കിച്ചൺ ഒരു പോസിറ്റീവാണ്. ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മളെ ഡൈനിങ് ഹോളിലൊക്കെ അസർവയുടെ ഗ്ലോസി ടൈൽ അർമാനി ഗ്രേ ആണെങ്കിൽ ഇവിടെ പോസ്റ്റ് സീരീസ് അതിന്റെ മാറ്റ് കേട്ടോ, സ്ലിപ്പ് ആവാതിരിക്കുന്ന പോസ്റ്റ് സീരീസ്, ഏറ്റവും പുതിയ ടെക്നോളജിയിലെ പോസ്റ്റ് സീരീസ് കിച്ചൺ ചെയ്തിട്ടുള്ളത് എന്താ പറഞ്ഞാൽ കിച്ചണിൽ 6x4 ചെയ്തിട്ടുള്ളത് മാറ്റ്.
അതുകൊണ്ട് വലിയ സ്ലിപ്പ് ആവില്ല. മാത്രമല്ല ഇതിന് പണിക്കാരെ സമ്മതിക്കണം. ഇത് നാനോ വൈറ്റ് ആണ്. ഇത് ഇങ്ങനെ കട്ട് ചെയ്ത് വളരെ രസകരമായിട്ട് ആ ഫുൾ ബോഡി വൈറ്റിനെ ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കണം ഈ ഒരു ഈ ഡിസൈൻ. ഈ ടൈലിന് ഈ ഡിസൈൻ ഈ ഒരു കർവ് വരുന്നുണ്ട് കറക്റ്റ് നല്ല ഡിസൈൻ. കുറെ ആളുകൾ ചോദിച്ചിട്ട് ഈ വാൾ ടൈൽ എവിടുന്ന വാൾ ടൈൽ ഈ വീഡിയോയിൽ തന്നെ ഇതൊക്കെ ഇവരെ ഓൺ പ്രൊഡക്റ്റുകളാണ്. സിൽവാന്റെ ഒരു കസ്റ്റമറും കൂടെയാണ് നോക്കില്ല. അതാണ് നമ്മളെ ഏറ്റവും വലിയ സന്തോഷം. എനിക്ക് മനസ്സിലാക്കിയത് ഇതിപ്പോ ഈ കിച്ചൺ നിങ്ങൾക്ക് ഇഷ്ടമായി, എല്ലാ സൗകര്യം ഉണ്ട്. പക്ഷെ ഇതിലൊരു പോരായ്മ ഉണ്ട്, ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം ഇല്ല. അത് നമ്മൾ ഡെയിലി ആൾക്കാരെ പോകണം. പക്ഷെ അതിനും ഇവന്റേതായിട്ടുള്ള ചപ്പടി വിദ്യകളുണ്ട് കേട്ടോ. രണ്ട് ബാർ ചെയർ ആണ് കേട്ടോ. കാരണം ഇവിടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ബാർ ചെയർ കേട്ടോ. സ്ക്വയർ പൈപ്പ് ചെയ്തിട്ട് വൈറ്റ് പെയിന്റ് അടിച്ചാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള. ഞാൻ ഓൺലൈനിൽ നോക്കിയപ്പോ 18,000 12,000 ഒക്കെ റേറ്റ് വരിക. ആകെ ഒരു 4 ചെയർ കമ്പി വാങ്ങിയിട്ടാണ് അടിച്ചിട്ടുണ്ടാക്കി. ഞാൻ പറഞ്ഞേ കാപ്പാണി മുക്കാ ചോർക്കുന്നത്. ഇതിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇതുവരെ ഉണ്ടാവാത്ത ഈ സാധനം വലിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവും. നമുക്ക് ടേബിളുമായി നല്ല രസകരമായിട്ട് ഒരു ടേബിളുമായി ഇവിടെ ഇരുന്നിട്ട് എന്ത് ഭക്ഷണം നെജിലുണ്ടാക്കിയാലും അതിനെ കുറ്റം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലം. പിന്നെ മെയിൻ ആയിട്ട് ഞാൻ എൻ്റെ വൈഫിന് കിച്ചൺ ചാനൽ തുടങ്ങി. അപ്പൊ ഓൾക്ക് ഇവിടെ ഇരുന്നിട്ട് ഇനി നുറുക്കലും പിടിക്കലും ഒക്കെ ഇവിടെ ഇരുന്നപ്പോ നല്ല വൃത്തിക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഈ മുകളിലത്തെ ബാർ ലൈറ്റ് തന്നെ നോക്കിയേക്കാം. അതെ, കറക്റ്റ് ഇതിന്റെ കൂടെ കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്. അതോ ഞാൻ പറഞ്ഞത് ഇപ്പൊ എന്താ ഇത് കിച്ചണിൽ ഇതുമായി നമ്മളെ പണിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാല് ഇത് അകത്തേക്ക് അങ്ങ് തന്നെ അടിയിൽ നമ്മൾ എന്താക്കി അടിയിൽ ടയറാണ് കൊടുത്തിട്ട് ടൈലിൽ സ്ക്രാച്ച് വരാതിരിക്കാൻ വേണ്ടി അടിയിൽ ടയറാണ് കൊടുത്തിട്ടുള്ളത്. ആ ടൈൽസിന്റെ മുകളിലൂടെയാണ് ഇത് വലിക്കുന്നത്. എന്നിട്ട് ടൈൽ സ്ക്രാച്ച് ചെയ്തിട്ടില്ല. അസർവ ടൈൽസ് നിങ്ങളെ വീടിനെ മനോഹരമാക്കുന്നു. ഇതിന്റെ കൂടെ ഒരു പരസ്യം കൂടെ കേട്ടോ. ഇതിങ്ങനെ കയറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കിച്ചന്റെ സൗകര്യങ്ങൾ ഫുള്ള് റെഡിയായി. കിച്ചൺ ആദ്യത്തെ പോലെ തന്നെ നല്ല സ്പേസ് ഉള്ള കിച്ചൺ ആയിട്ട് മാറി. എത്ര രസമായിട്ട് തോന്നുന്നത്. ഇതൊക്കെ ഇവൻ ബാംഗ്ലൂർ പോയിട്ട് ഐക്യന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഒരു വീട് പണി എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതിലേക്കുള്ള വെക്കുന്ന സാധനങ്ങളാണ്. അത് ഈ വീടിന്റെ ഏറ്റവും പോസിറ്റീവ് ഏരിയ എന്ന് പറഞ്ഞാൽ ഈ കിച്ചണും കൂടെയാണ്. പ്ലെയിൻ വൈറ്റ് വോളിൽ കൊടുത്തു. അസറോടെ പ്ലെയിൻ വൈറ്റ് മൊത്തം വാർഡ്രോബ്സുകളും അതുപോലെ സ്റ്റോറേജ് ഏരിയകളൊക്കെ വൈറ്റിൽ കൊടുത്തു. അവിടെ പ്ലാന്റ്സ് കൊടുത്തു എന്നുള്ള ആ ഒരു പച്ചപ്പിനോടുള്ള അല്ല ഈ പ്ലാന്റ്സ് കൊടുക്കാൻ കാരണമുണ്ട്. ഈ പ്ലാന്റ്സ് ഇവിടെ ആദ്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മളിത് ചിമ്മിനി ഇവിടെ ഒരു അടുപ്പും പാടുണ്ട്. സാധാ അടുപ്പ്. അപ്പൊ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ സാധനം തള്ളി നിന്നപ്പോ ഇതൊരു ബോറായിട്ട് തോന്നി. അപ്പൊ ഞാൻ എന്താക്കി ഇവിടെ കുറച്ച് ഈ കമ്പി നമ്മൾ ജനലിന്റെ കമ്പി ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ തന്നെ പറഞ്ഞ ഈ 4 കമ്പി വെച്ചിട്ട് ഒരു പ്ലാന്റ് ആക്കിക്കോന്ന് പറഞ്ഞപ്പോ നമ്മള് പണിക്കാരെ സെറ്റ്. ഞാൻ പറഞ്ഞില്ല ഈ ഒരു ചെറിയ സാധനം വന്നതോടുകൂടെ ബാക്കി വന്ന കമ്പിയിൽ വന്നതോടുകൂടെ ഇവിടെ കിച്ചന്റെ ഭംഗി കൂടി. ഒരു 2 പ്ലാന്റ്സ് നമ്മൾ കൊടുത്തു വെച്ചിട്ടുള്ളൂ. ഈ സാധനം വന്നതോടുകൂടെ കിച്ചന്റെ രൂപം മാറി. ഇതൊക്കെയാണ് നമ്മളെ വീട്ടിൽ നമ്മൾ ചെയ്യേണ്ടത്. ചെറിയ ചെറിയ ശ്രദ്ധ. കാരണം ഇവിടെ നമ്മൾ അകത്ത് അവിടെ ഒതുക്കി കഴിഞ്ഞു വാഷ് മെഷീൻ കണ്ടോ ഇതിനകത്താണ്. അതിലേക്ക് ആവശ്യമുള്ള ലിക്വിഡൊക്കെ ഇടാനുള്ള സ്പേസ് ഇവിടെ തന്നെ വെച്ചു. നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇതിലേക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കറി ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ കറി കഴിയുമ്പോൾ നമ്മളെ പരിപാടി കഴിയും. ഇവിടെ ആ മാക്സിമം സ്പേസ് യൂട്ടിലൈസ് ചെയ്തു. ഇവിടെ ഡ്രോവറിനുള്ളിൽ ഒരു മലർക്ക് കടയിലുള്ള മൊത്തം മസാലകൾ ഇവിടെ തന്നെ സെറ്റ് ആക്കിയിട്ടുണ്ട്. കാരണം അത്രയും സ്റ്റോറേജ് ഏരിയകൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടാണ് ഈ കിച്ചൺ സെറ്റ് ചെയ്തത്. പിന്നെ വേറെ ഉണ്ട് ഇവിടെ കിച്ചൺ നമ്മൾ ഉണ്ടാക്കുന്നതിന് മുന്നേ നമ്മൾ എന്താക്കി ഫ്രിഡ്ജ് വാങ്ങിയിട്ടുണ്ടെന്നുള്ള. അതായത് ഫ്രിഡ്ജിന്റെ സ്പേസ് ഉണ്ടാക്കിയതിന് ശേഷമാണ് ബാക്കി ഉണ്ടാക്കിയിട്ടുള്ളൂ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പോയിന്റുകൾ നമ്മൾ ഇട്ട് വെക്കണം. അതായത് ഇപ്പൊ ഇത് ഓവനുള്ള പോയിന്റ് അതായിരിക്കണം. അതേപോലെ മിക്സിക്കുള്ള പോയിന്റ് സാധാരണ നമ്മളെ നമുക്ക് കണ്ട അനുഭവം അല്ലേ. ഈ മിക്സി ഇവിടെ വെക്കും, ഇനി ഇവിടുന്ന് കുറെ കഴിഞ്ഞാൽ ഇവിടെ വെക്കും, എന്നിട്ട് ഇവിടുത്തെ ചുമരുമാവണ ചളിയൊക്കെ അവിടെ ആവും. 4 പുറത്ത് ഇതിനൊരു സ്ഥാനം ഉണ്ടാവും. ആദ്യം സ്ഥാനം സെറ്റ് ചെയ്തു പോയിന്റ് ഇട്ടു. പോയിന്റ് ഇട്ട് ഇനിയിപ്പോ ആ പ്ലഗിന് കംപ്ലൈന്റ് ഉണ്ടാവില്ല, അതിന്റെ പിന്നിന് കംപ്ലൈന്റ് ഉണ്ടാവില്ല. വൃത്തിയാക്കണമെങ്കിൽ ആ ഒരു സൈഡ് മാത്രം. അതാണ് എന്റെ വീട്ടിലെ നമ്മൾ പല പ്ലഗ് പോയിന്റിലും കൊടുത്ത് നടക്കും. ആ ഏരിയ ഒക്കെ ഓരോന്നിനും ഈസി കുക്ക് ഇവിടെ വെച്ചുല്ലേ. അതുപോലെ തന്നെ നമ്മുടെ എല്ലാത്തിനും ഒരു സ്പേസ് കണ്ടെത്തി എന്നുള്ളതാണ്. അതാണ് ഇത്രയും ഒതുങ്ങിയിട്ട് ഭംഗിയായിട്ട് കിച്ചൺ കിട്ടാൻ കാരണം. ഇപ്പൊ ഇതിൽ നമ്മുടെ പ്രൊഡക്റ്റ് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് നമ്മുടെ പ്രൊഡക്റ്റ് ആണ്. പിന്നെ ഒരു സിങ്ക് മാറ്റ്, അതായത് വൈറ്റ് കിച്ചന് ബ്ലാക്ക് മാറ്റ് സിങ്ക് ആണ് വെച്ചുള്ളത്. ഒക്കെ ആ ഒരു സിങ്ക് മാത്രമല്ല, ഇത് ബ്ലാക്ക് ആണ് പ്രസ്റ്റീജ്, അത് ഈ സാധനം ബ്ലാക്ക് ആണ്. സ്വിച്ച് ബോർഡ് ഇത് ബ്ലാക്ക് ആണ്, സ്വിച്ച് ബോർഡ് ബ്ലാക്ക് ആണ്. നമ്മുടെ എല്ലാ ഈ കേറി നിക്കണ ഇതുവരെ ബ്ലാക്ക് ആണ്. അതാണ് ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കിച്ചനെ ഇത്ര ഭംഗിയെടുക്കാൻ കാരണം. അതായത് ഇവിടുത്തെ ഈ ടാപ്പ് വരെ, ഈവൻ കിച്ചണിലേക്ക് സിങ്കിലേക്ക് ചാടുന്ന ടാപ്പ് വരെ ബ്ലാക്ക് ആണ്. അതിന്റെ വെള്ളത്തിന്റെ ഫ്രെയിമിൽ വരെ കോൺസെൻട്രേഷൻ ചെയ്ത് കേട്ടോ. ആ ഫ്രെയിം ബ്ലാക്ക് ആണ്. ആ കിണ്ടി ഉണ്ടല്ലോ അത് ബ്ലാക്ക് ആണ്. ആ വെളിച്ചെണ്ണ വെക്കുന്ന സാധനം ഉണ്ടല്ലോ അതിന്റെ ടോപ്പ് വരെ ബ്ലാക്ക് ആണ്. അപ്പൊ അത്രത്തോളം സൂക്ഷ്മമായിട്ട് പ്രണയിച്ചിട്ടുണ്ടാക്കിയ ഒരു വീടാണ് നൗഫൽ. കേട്ടോ അധ്വാനിച്ചിട്ട് മാത്രമല്ല, അധ്വാനിക്കുകയും പ്രയാസപ്പെടുകയും
അതിനെ പ്രണയിക്കുകയും ചെയ്തിട്ടുള്ള രസമുണ്ട്. ഇതിന്റെ ഉള്ളിലാണ് എന്റെ വീട്ടിലെ പകുതിയിലേറെ സ്റ്റോറേജ് ഉള്ളത്. അതായത് വലിയ ബിരിയാണി ചെമ്പ് അങ്ങനത്തെ ഇവിടുന്ന് അങ്ങോട്ട് ഒരു ഗുദാമാണ്, അതും ഇതിന്റെ ഉള്ളിലുണ്ട്. മാക്സിമത്തിൽ ഒതുക്കി അതായത് ഇതൊരു വലിയ ഒരു കിച്ചന്റെ എല്ലാ ഉപകാരങ്ങളും കിട്ടുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമാണുള്ളത്. ഈ ബെഡ്റൂമിന്റെ പ്രത്യേകത നൗഫലിന്റെ വൈഫ് ഡിസൈൻ ചെയ്ത ബെഡ്റൂമാണ്. നെജിലാൻഡ് ഓൺലൈൻ ഒക്കെ പർച്ചേസ് ചെയ്തിട്ട് ചെയ്ത ഒരു സംഭവമുണ്ട്. എൻ്റെ കുട്ടിയൊക്കെ സത്യത്തിൽ ബെഡിൽ ഒരുപാട് അട്ടൊക്കെ ചെറുപ്പത്തിൽ വീണിട്ടുണ്ട്. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വളരെ രസകരമായിട്ട് ആ സൈഡിൽ ഓൺലൈനിലൊക്കെ വാങ്ങിയിട്ട് കണ്ടോ ഇവിടെ നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇത് വെച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് നോഫല്ലേ ഈ ബെഡ്റൂമിനെ കുറിച്ച് എല്ലാവരും അഭിപ്രായം എന്താ? ബെഡ്റൂം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. ഒന്നാമത് ഈ കളർ തീമും എല്ലാവർക്കും, അതായത് ഒരു കുത്തുന്ന കളറല്ല. പിന്നെ നമ്മൾ പരമാവധി ഇവിടുന്ന് എല്ലാ സാധനങ്ങളും ഒഴിവാക്കിയിട്ടുണ്ട്. അതായത് വാൾഡ്രോബ് വരെ ഇവിടെ അല്ല, വാൾഡ്രോബ് ഒക്കെ നമ്മള് വിശാലായിട്ടൊരു ചെറിയ ബെഡ്റൂം ആണെങ്കിൽ പോലും മറ്റേതെല്ലാവരും കുറെ റാക്ക് വാർക്കും, എന്നിട്ട് അതിന്റെ മുകളിൽ കുറെ ഗൾഫിൽ അട്ടപ്പെട്ടിയൊക്കെ കൊടുന്ന് വെക്കും. അത് ഉപയോഗിക്കലൊന്നും ഉണ്ടാവില്ല അല്ലേ? നമ്മൾ കുറ്റം പറയല്ല, ഞാൻ പറഞ്ഞത് നമ്മള് സോഷ്യൽ മീഡിയയിൽ പറയുമ്പോ പേടിയാ. അതല്ല കുറ്റം പറയല്ല, സാധാരണ ഉണ്ടാവുന്നതാണത്. ഈ റാക്ക് വീട്ടിൽ നിന്ന് റൂമിൽ നിന്ന് ഒഴിവാക്കിയോണ്ട് എത്ര വൃത്തിയായി തരാം. ആ റാക്കിൽ നിങ്ങളെ റാക്ക് നമ്മൾ പോണ കാലം മുതലുള്ള പെട്ടികൾ അതിന്റെ മേലുണ്ടാവും. ഞാനൊരു പ്രവാസി, എനിക്കറിയാം എൻ്റെ വീട്ടിലത്തെ അവസ്ഥ. പക്ഷേ ഈ വീട്ടിൽ ഞാൻ കണ്ടെന്നറിയോ, ഇതിൽ ഇന്റീരിയർ ആയിട്ട് ഒന്നുമില്ല. പക്ഷേ ഈ വീട് ഒരു ഇന്റീരിയർ ചെയ്ത പോലെ ഫീൽ ഉണ്ട്. കമന്റ് പറയേണ്ടത് നമ്മളെ വീഡിയോ കാണുന്ന ആളുകളാണ്. കാരണം ആ കളർ തീമാട്ടോ, ആ കളർ തീമും അവിടെ വെച്ച ചെറിയ ചെറിയ എലമെന്റ്സ്, അവിടെ കൊടുത്ത മിറർ, അതിൽ ഇരിക്കാനുള്ള ചെയർ, ആ സൈഡ് ടേബിള്, സൈഡിൽ കൊടുത്ത സ്റ്റോറേജ്, ഇത് ഇതിന്റെ കുട്ടിയുടെ ചെറിയ ചെറിയ ഡ്രസ്സുകൾ ഓൾക്കായിട്ടുള്ള വാൾഡ്രോബാ. അതായത് ഇവ പെട്ടെന്ന് യൂസ് ചെയ്യണമെങ്കിൽ ചെറിയൊരു വാൾഡ്രോബ് ഇതിലെല്ലാം ഒതുങ്ങും. അത്യാവശ്യം കുട്ടിയുടെ അതായത് ഡെയിലി യൂസ് ഡ്രസ്സുകളൊക്കെ ഇതിലിടാൻ പറ്റും. അതുപോലെ ഈ റൂമിൽ കയറി കഴിഞ്ഞാൽ നമുക്കൊരു ഫ്രഷ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിന് തുറന്നു കഴിഞ്ഞാൽ നേരെ പുറം കാണുന്ന രീതിയിൽ UPVC ഡോറുകളാണ് കൊടുത്തിട്ടുള്ളത്. സ്ലൈഡിങ് ഡോറാണ്. തുറന്നു കഴിഞ്ഞാൽ കാറ്റും വെളിച്ചും പുറത്തേക്കും കാണാൻ പറ്റും. മാത്രമല്ല ആകെ മിട്ടിപ്പാനിന്നാണ് അല്ലേ, ഓക്സിജൻ പോസിറ്റീവായിട്ട് കിട്ടും. ഇതിന് നല്ല ഉറപ്പിന് വേണ്ടി നോവൽ തന്നെ പഴക്കുന്ന സമയത്ത് തന്നെ ഈ സ്റ്റീൽ റാഡ് അതിൻ്റെ അകത്ത് കയറ്റിയിട്ടുണ്ട്. സേഫ്റ്റിയാണ്, എന്നാൽ ഇപ്പോഴത്തെ ട്രെൻഡാണ്. നമ്മൾ ഒരു ജനൽ, ഈ ഒരു ജനലില്ലേ സാധാ ജനലിൽ വെച്ച് നോക്കുമ്പോൾ 3% ഇതിന്റെ ബഡ്ജറ്റ് വരുന്നുള്ളൂ. അവിടെയൊക്കെയാണ് നോഫലിന്റെ വീട് നോഫൽ ഓൻ്റെ ബഡ്ജറ്റിനാക്കിയത് കേട്ടോ. പല കാര്യങ്ങളും അവൻ്റെതായിട്ടുള്ള ടിപ്സുകൾ ഇതിൽ ഉപയോഗിച്ചുകൊണ്ടാണ്. സാധാരണ ഒരു വിൻഡോ ഇവിടെ വെക്കുകയാണെങ്കിൽ അതിൻ്റെ 1/3 ചിലവ് ഇവിടെ വന്നിട്ടുള്ളൂ. അങ്ങനത്തെ ഒരുപാട് ടിപ്സുകൾ ഈ വീട്ടിൽ ചെയ്തു വെച്ചു എന്നുള്ളതാണ്. ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. ഇതിൻ്റെ കൂടെ ഡ്രസ്സിങ് യൂണിറ്റും വാർഡ്രോബ്സ് ഒക്കെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ബാത്റൂമിൽ 4x2 ടൈൽസ് നല്ല വെർട്ടിക്കൽ ആയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നല്ല രസകരമായിട്ട് അസർവയുടെ ടൈൽസുകൾ ഭംഗിയായിട്ട് വിരിച്ചുള്ള ഒരു അടിപൊളി ബാത്റൂമാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ കയറി വന്നാൽ സാധാരണ കയറി വന്നാൽ വലിയൊരു ഹാളാണ് കിട്ടുക അല്ലേ. ഇവിടെ നല്ല നമുക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു രസകരമായിട്ടുള്ള പ്ലേസാണ് കിട്ടിയത്. ഇവിടെ വലിയ വുഡിൽ ചെയ്തിട്ടുള്ള തേക്കിൽ ചെയ്തിട്ടുള്ള വലിയ സീറ്റിംഗ് ആണെന്ന് കരുതിയോ. 45 ഡിഗ്രിയിൽ കട്ട് ചെയ്തിട്ടുള്ള അസർവയുടെ ന്യൂക്ക് വുഡാണ് വിരിച്ചിട്ടുള്ളത്. ഈ സാധനം സ്റ്റെപ്പിലൊക്കെ യൂസ് ചെയ്താണ്ടല്ലോ കറക്റ്റ് മരമായിട്ട് നമുക്ക് ഇപ്പൊ സാധാരണക്കാരൊരു വീട് വെക്കുക ുണ്ടെങ്കിൽ ടൈൽസ് ഒരു വുഡ് ടൈപ്പിലേക്ക് ആ സ്റ്റെയർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ സാധനം ബെസ്റ്റാണ്. ഞാനൊരു വീഡിയോ ചെയ്തിട്ട് മില്യൺസ് വ്യൂസ് കണ്ടു. ഇത് സ്റ്റെപ്പ് ചെയ്തിട്ട് അതിലേറെ ഭംഗിയായിട്ട് 45 ഡിഗ്രിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടു കഴിഞ്ഞാൽ ഒരൊറ്റ തിക്നെസ് ഡിസൈൻ ഇല്ല എന്നുള്ള മരത്തിന്റെ അതേ കുത്ത് വരെ കാണുന്നുണ്ട്. രസകരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഇവിടെ ഓപ്പൺ ചെയ്ത് സംഭവം അറിയോ, നമുക്ക് സാധാരണ 4 കെട്ട് വീട് നമ്മൾ എല്ലായിടത്തും കാണൂലേ, അതിന് മുകളിൽ സത്യത്തിൽ ആരും ഉപയോഗിക്കാറില്ല, ഉപയോഗം ഉണ്ടാവില്ല, വെറും ഒരു കമ്പി മാത്രം ഉണ്ടല്ലേ. ഇവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. ഒരു കുടുംബത്തിലൊരു ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഓരോ സീറ്റിലും 3 ആളുകൾ വെച്ചിട്ട് 10-12 ആൾക്ക് ഇരുന്ന് തമാശ പറഞ്ഞിരിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കിട്ടും. മഴക്കാലാണെങ്കിൽ ഒന്നും കൂടി നല്ല രസമുള്ള തണുത്ത ചീതൽ കൂടെ വരുന്നല്ലേ. മുകളിൽ ഓപ്പൺ ആയതുകൊണ്ട് തന്നെ നല്ല കാറ്റും കിട്ടും. ഇവിടെ കയറി വരുമ്പോൾ തന്നെ ഇതിൻ്റെ വൈബ് കാണുന്നത്. മാത്രമല്ല ഇവിടുത്തെ 2 ബെഡ്റൂമും തന്നെ ഒരു റിസോർട്ടിൽ കയറിയ ഫീലാണ് ഓഫർ ചെയ്തിട്ടുള്ളത്. 2നും ഒരു അഡീഷണൽ ബാൽക്കണി ഉണ്ടാക്കിയിട്ടുണ്ട്. സാധാരണ നമുക്ക് ഒരുപാട് സ്പേസ് ഉണ്ടാവും, അവിടെ ഒന്നും ഇസ്തിരിക്ക് അയൺ ചെയ്യാനുള്ള സൗകര്യമില്ല. ഇവിടെയും അത് നോബൽ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് വലിച്ചാൽ നേരെ ചുമരിലേക്ക് സ്ലൈഡായിട്ട് കിടക്കും കേട്ടോ. വളരെ സിമ്പിളായിട്ട് ചെയ്തിട്ടുണ്ടാവും. സ്പേസ് നമ്മൾ ആവശ്യം കഴിഞ്ഞാൽ ഇതിങ്ങനെ നിർത്തിയിടാൻ പറ്റും. അപ്പോൾ നമുക്ക് ഡെയിലി ഇവിടെ ഇഷ്ടം പോലെ സ്പേസും കിട്ടും. അതർവൈസ് ഇനി വേസ്റ്റ് സമയത്ത് ആണെങ്കിൽ ഇതിങ്ങനെ നമുക്ക് ഇവിടെ കൂട്ടുകാരിരുന്ന് സംസാരിക്കുകയാണെങ്കിൽ, കസിൻസ് സംസാരിക്കുകയാണെങ്കിൽ ഈ ഇസ്തിരി ടേബിൾ ആണെങ്കിൽ 2 ചായ കൊടുന്ന് വെച്ചിട്ട് ചായ ടേബിൾ ആക്കാൻ പറ്റും. ഒരു മൾട്ടി പർപ്പസ് ആണ്. ഇവിടെ ഒരു തയ്യൽ മെഷീൻ സെറ്റ് ചെയ്തു അല്ലേ. എല്ലായിടത്തും ഒരു പ്ലഗിന്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ പ്ലാൻ കറക്റ്റ് ആണല്ലോ. സാധാരണ ഒരു വലിയ ഒരു വീടിന് ആർക്കിടെക്ചറൊക്കെ പ്ലാൻ ചെയ്യുന്ന പോലെ നോക്കുമ്പോൾ വീടിന് പ്ലാൻ ചെയ്ത് ഓരോ സ്ഥലത്തും അതിൻ്റെതായിട്ടുള്ള പ്ലഗ് പോയിന്റ് സെറ്റ് ചെയ്തിട്ടാണ് അതിനുള്ള ആ യൂട്ടിലിറ്റീസ് അവിടെ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. ഇന്ന സ്ഥലത്ത് ഇന്നതാണ് നിയമിച്ചു കഴിഞ്ഞാൽ അതവിടെ അതിന്റെ സ്ഥാനം. അതെ, ഇതിനെങ്ങനെ കൊണ്ടുനടക്കൂലേ. ഇതിന് ഏറ്റവും വലിയ ഏറ്റവും വലിയ റൂം ഒന്ന് കടന്നോളി. നിങ്ങളെ കണക്ക് ഒരു അഭിപ്രായം കേൾക്കാം. ഏറ്റവും വലിയ മാസ്റ്റർ ബെഡ്റൂം ഇതാണ്. ഞാൻ സത്യം പറഞ്ഞത് യൂട്യൂബ് പർപ്പസിനാക്കാൻ വേണ്ടി ചെയ്ത. പിന്നെ 4 പെങ്ങന്മാരാണുള്ളത്. പിന്നെ
എന്താ എല്ലാവർക്കും പാടെ കിടക്കാനുള്ളൊരു ഇത് പിന്നെ യൂട്യൂബൊക്കെ പിന്നെ താഴ്ത്തുന്നത് ഞാൻ വിചാരിച്ചു ചെയ്തില്ലേ. ഇതെന്ത് സത്യം പറയണമെങ്കിൽ ഇവിടെ ഒരു ബേവിൻഡോ ഒക്കെ ഉണ്ടല്ലോ, നല്ല രസമായിട്ട് ബേവിൻഡോ ആണ്. ഈ ബേവിൻഡോ തുറന്നു കഴിഞ്ഞാൽ ഇപ്പോൾ രാത്രിയാണ് നമ്മളെത്തിൽ, ബേവിൻഡോ തുറന്നു കഴിഞ്ഞാൽ പുറത്തേക്ക് വിശാലമായിട്ട് നമ്മൾ പുറത്ത് സിറ്റൗട്ട് കാണുന്ന ഒരു UPVC വിൻഡോ കാണാൻ പറ്റും. സ്ലൈഡിങ് ആണ്. പിന്നെ ഏറ്റവും രസം എനിക്ക് ഈ ബെഡിലേറെ എനിക്ക് ഇഷ്ടപ്പെട്ട ഈ റൂമില് ഒന്ന് ലെങ്തി റൂമാണ്, അതിൻ്റെ കൂടെ ഒരു അടിപൊളി ബാൽക്കണി അഡീഷണൽ ചെയ്തിട്ടുള്ള. നമുക്ക് ഒന്ന് ഒരു റൂമിൽ ബേവിൻഡോ ഉണ്ടാകുന്നതന്നെ ഒരു പോസിറ്റീവ് വൈബാണ്, നമുക്ക് കുറേ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റും. പക്ഷേ ഇവിടെ അഡീഷണൽ ആയിട്ട് ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഒരു അടിപൊളി ബാൽക്കണിയാണ്. അപ്പോൾ അങ്ങനെ ഒരു ബാൽക്കണി ഒക്കെ ഇതിൽ പ്ലാൻ ചെയ്യാൻ കാരണം 2 ബെഡ്റൂം പ്ലാൻ ചെയ്യാം. നമ്മൾ ഈ വയനാട് ഇങ്ങനെ റിസോർട്ട് പോകൂലേ, അപ്പൊ ഇങ്ങനെ നമുക്ക് നമ്മളോട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു എന്താണ് ഒരു ഇത് നമ്മളെ റൂമിൽ വേണമെന്ന് വിചാരിച്ചിട്ടാണ് ഈ മെയിൻ റൂമിൽ തന്നെ പുറത്തേക്ക് ഒരു ബാൽക്കണിയും കൊടുത്ത്. പിന്നെ ഈ നാട്ടില് ഈ ഫെസ്റ്റിവലൊക്കെ കൂടുതൽ നടക്കുന്ന സ്ഥലം, അതായത് നേർച്ച, പൂരങ്ങള്, അതൊക്കെ ഈ റോട്ടിലൂടെ പോകും. ഇവിടെ ഇരുന്ന് കാണാം. ഇവിടെ ഇരുന്നിട്ട് ബാൽക്കണിയിൽ ഇരുന്നിട്ട് ടിക്കറ്റ് എടുക്കാതെ ഫിലിം കാണാന്ന് പറഞ്ഞവർക്ക് ഈ ബാൽക്കണിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇവിടെ നിന്നാൽ തന്നെ ഒരു പോസിറ്റീവ് അല്ലേ, റോഡ് മൊത്തം കാണാം. മാത്രമല്ല ആ പോസിറ്റീവ് വൈബ് കിട്ടും ചെയ്യും ബാൽക്കണിന്റെ. എല്ലാവരും സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഹാളിൽ നിന്നൊക്കെ ആവും ബാൽക്കണി യൂസ് ചെയ്യാം. പക്ഷെ റൂമിൽ നിന്നാണെന്നുണ്ടെങ്കിൽ നമ്മളത് യൂസ് ചെയ്യും. ആളെന്നാണെങ്കിൽ ഒരു പക്ഷെ ബാൽക്കണിയിലേക്ക് മാസത്തിൽ ഒരട്ടെ പോവുള്ളൂ, ഫസ്റ്റ് ഫ്ലോറല്ലേ. ബെഡ്റൂമിലാണെങ്കിൽ എപ്പോഴെങ്കിലും കുട്ടി കരഞ്ഞ ഒന്ന് പുറത്തേക്ക് വരാനോ നമുക്ക് പേഴ്സണൽ കോള് വരികയാണെങ്കിൽ എടുക്കാനോ പുറത്ത് വരാൻ പറ്റുന്ന സംഭവം. അത് ബാൽക്കണി എപ്പോഴും ഫസ്റ്റ് ഫ്ലോർ ചെയ്യുകയാണെങ്കിൽ അത് ബെഡ്റൂമിൽ അതിന് പോയിന്റ് ഇട്ട് കൊടുക്കുന്നുണ്ടോ. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ലാപ്പ് നമ്മള് ഉപയോഗിക്കണമെങ്കിൽ ഇവിടെ ഇരുന്ന് ലാപ്പിലും ഒരു ചെയർ ചാരി ഇരിക്കാൻ പറ്റുന്ന ചെയർ ഇട്ടാണെങ്കിൽ മൊബൈൽ ചാർജ് ചെയ്താൽ കുത്തി വെച്ചിട്ട് വേണമെങ്കിൽ റീല് കാണാനും പറ്റുന്ന ഒരു ബാൽക്കണി, റീൽ കാണാൻ പറ്റുന്ന ഒരു ബാൽക്കണിയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ബാത്റൂമാണ് 4x2 ചെയ്തിട്ടുള്ളത്. ലൈറ്റ് ഡാർക്ക് കോമ്പിനേഷനിൽ ചെയ്തിട്ടുള്ള ബാത്റൂമിൽ ഫ്ലോറിൽ മാറ്റ് ടൈലാണ്, വോളിലും മാറ്റ് ടൈലാണ് ചെയ്തിട്ടുള്ളത്. അത് കാർവിംഗ് ഡിസൈനാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഒരു അടിപൊളി വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്, അതിനോട് കൂടെ തന്നെ 1 പീസ് ക്ലോസറ്റ് കൊടുത്തിട്ടുള്ള ഒരു അടിപൊളി ബാത്റൂമാണ് ഇതിൽ കൂടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. മറ്റൊരു നോർമൽ ബെഡ്റൂമാണിത്. നൗഫൽ അവൻ്റെ ആദ്യത്തെ വീട്ടിൽ ഉപയോഗിച്ചിരുന്ന ബെഡൊക്കെ ഇട്ടുള്ളത്. ഈ ബെഡ്റൂമിനും ഒരു ക്വാളിറ്റി, സ്പെഷ്യൽ ക്വാളിറ്റി ഉണ്ട്. ഇവിടെ ഒരു പ്രൈവറ്റ് ബാൽക്കണി ഉണ്ട്. ഇതിലുള്ള പ്രൈവസി കൂടുതലാണ്, പേഴ്സണൽ ബാൽക്കണി ഇവിടെ ഉണ്ട്. നമ്മൾ സിറ്റൗട്ടിൽ ഫസ്റ്റ് ഫ്ലോറിലെ സിറ്റൗട്ടുള്ള വീട്ടുകാർക്ക് അറിയാം, ഒരിക്കലെങ്കിലും മാസത്തിൽ പോക്കുണ്ടാവില്ല, അതിൻ്റെ മുകളിൽ കയറുന്നുണ്ടാവില്ല. പക്ഷെ ബെഡ്റൂമിലാകുമ്പോൾ എപ്പോഴും നമുക്ക് ഒന്ന് പുറത്തിറങ്ങിയിരിക്കാനും ഒന്ന് കാറ്റ് കൊള്ളാനും ഒരു ഭയങ്കര രസമായിട്ട് ഒരു സുലൈമാനും കുടിച്ചിരിക്കാൻ പറ്റുന്ന ഒരു റിസോർട്ട് ഫീൽ കിട്ടുന്ന രീതിയിൽ ഒരു പ്രൈവറ്റ് ബാൽക്കണി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എത്തിയിട്ടുള്ളത് ഉമ്മയും മകൻ എന്ന് പറയുന്ന നൗഫലിന്റെ ഫാമിലി വീട്ടിലാണ് എത്തിയിട്ടുള്ളത്. ഈ കണ്ട മനോഹരമായിട്ടുള്ള വീട് കണ്ടില്ലേ, സാധാരണ നമ്മൾ ഔട്ട് ടൂർ ചെയ്യുമ്പോൾ കാണുന്ന വീടിലപ്പുറം നൗഫലിന്റെ വീടിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അതിലപ്പുറം എനിക്ക് മനസ്സിലായത് 2400 സ്ക്വയർ ഫീറ്റിൽ പറ്റാവുന്ന എല്ലാ സൗകര്യം 4 കെട്ടോട് കൂടെ കേട്ടോ 2500 സ്ക്വയർ ഫീറ്റിൽ വീട് ഒരുക്കിയിട്ടുള്ളത്. നമ്മുടെ ചാനൽ കാണുന്ന ആളുകളൊക്കെ നൗഫലിന്റെ വീട് ഒരുപക്ഷെ വീഡിയോ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. ജനറലായിട്ട് ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ള ഒരു ചാനലാണ് ഉമ്മയും മകനും. അതിലപ്പുറം വീടൊരുക്കുന്ന ആളുകൾ കാണുന്ന ചാനൽ എന്നുള്ള സിൽവ മുസ്തഫ എന്ന ചാനലിന്റെ പ്രത്യേകത, പുതുതായിട്ട് വീടൊരുക്കുന്ന ആളുകൾ അവിടെ ഇട്ട മെറ്റീരിയൽസ് എങ്ങനെയുണ്ട്, അവിടെ എന്താണ് പുതിയതായിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ളത്, അവൻ്റെ വീട്ടിലേക്ക് എന്തൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഊഞ്ഞാല മുതൽ എനിക്ക് പറഞ്ഞ കോട്ടയാടും അതുപോലെ തന്നെ നമ്മുടെ 4 കെട്ടും അവിടെ ഒതുക്കാനുള്ള സൗകര്യങ്ങൾ വരെ വെച്ചത് മുതൽ ഓരോ ടിപ്പുകളും വീടെടുക്കുന്നവർക്ക് ഉപകാരമായിരിക്കും. എന്നാലും നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ള ഉമ്മാനെ അവിടെ തന്നെ തുടങ്ങാം. എങ്ങനെയുണ്ട് വീടിനെ കുറിച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങളെ നാട്ടുകാരെ കുടുംബക്കാരൊക്കെ ഹാപ്പിയാണോ? നിങ്ങളിത് സ്വപ്നം കണ്ടിരുന്നു? ഇങ്ങനെ സ്വപ്നം ഇല്ലല്ലോ, പഠിച്ചോത്രേ ഉള്ളൂ. വിചാരിച്ചാല് കൊട്ട പോലെ ഒരുപാട് സബൂറാക്കില്ല ലൈഫില്. സബൂറാണ് അതിന്റെ കൂലിയിലെ ഉമ്മയും മോനും പറഞ്ഞിട്ട് ഇങ്ങനെ ചാനൽ തുടങ്ങുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന നിങ്ങളെ മോനും നിങ്ങളൊക്കെ ആൾക്കാർ അറിയപ്പെടുന്ന ആളാവുന്നൊക്കെ ഇപ്പോഴാണ് അറിയപ്പെടുന്ന ആളായത്. എവിടെ പോയാലും ഇതാ ഉമ്മയും മോനിട്ടല്ലേ തള്ള ഉമ്മയും മോനും. അല്ല നിങ്ങളപ്പോ അതിന്റെ നിങ്ങളെ സ്കൂളിലെ ക്ലാസ് ഇപ്പൊ എല്ലായിടത്തും ക്ലാസ് മീറ്റ് സംഘമൊക്കെ ഉണ്ട്. നിങ്ങളെ സ്കൂളിൽ ക്ലാസ് മീറ്റ് ഒക്കെ നടക്കണ്ട? സ്കൂളിൽ പോയാലല്ലേ മീറ്റപ്പ് പരിപാടി. കുടുംബത്തില് നിങ്ങളെ കെട്ടിക്കൊടുത്ത വീട് എവിടെ? നിങ്ങളെ വീട് എവിടെ? എന്റെ വീട് അപ്പൊ നിങ്ങളെ നാട്ടിലൊക്കെ നിങ്ങൾ ആദ്യം തന്നെ അറിയാം അറിയല്ലേ? ഇപ്പൊ കുറച്ച് ഫേമസ് ആയപ്പോ കല്യാണ പേരൊക്കെ പോകുമ്പോ ഫോട്ടോ എടുക്കില്ലാരെങ്കിലും എന്റെ മോനെ സെലിബ്രേറ്റ് ഫോട്ടോ എടുക്കും. അത് രസമല്ലേ? നമ്മളെ 4 ആൾ അറിഞ്ഞു. എല്ലാവരുടെ ഒരു സ്വപ്നം മരിക്കുന്നതിന് മുന്നിൽ സിഗ്നേച്ചർ ഇട്ട് പോകാന്നുള്ള. നമ്മൾ 4 ആൾ അറിയുന്ന ആളുകൾ പോകും, വേറെ ഒന്നും വേണ്ട. 4 ആളുകൾക്ക് നമ്മൾ അറിയുന്ന ഒരാളായി പോകും. വലിയ സംഭവമല്ലെത്താ. അല്ല ഒരുപാട് മഹാന്മാർ ഒരു പുസ്തകം എഴുതിയിട്ടും അല്ലെങ്കിൽ ഓരോ ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടൊക്കെയാണ് 4 ആൾ അറിയുന്നത്. നമ്മളൊരു വ്ളോഗ് ചെയ്തോട് കൂടെ 4 ആൾ അറിയുന്നത് സന്തോഷമുള്ള കാര്യമാണ്. നമ്മൾ ഇന്ന ആളാണ്. യെസ്
ഇതാണ് അത്ഭുതം എന്ന് പറയുന്നത്. അതാണ് അത്ഭുതം. ഇപ്പൊ നിങ്ങളെ വീട് തന്നെ നമ്മളിപ്പോ ഒരുപാട് വീട് ചെയ്തിട്ടുണ്ട്. കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും നിങ്ങളെ വീടിന്റെ ഡൈനിങ് ഹാളിൽ ഇരുന്നാൽ പുറത്ത് പോകാൻ അല്ലെ? അവിടെ കാറ്റും വെളിച്ചും ഒക്കെ അവിടെ തന്നെ ഉണ്ട്. ഭർത്താവിനെ സംസാരിക്കാനും ഇനിയിപ്പോ പുറത്തേക്ക് ആള് പോലെയാണ് ഞങ്ങളുടെ മനസ്സ് തുറന്നെടുക്കണല്ലേ. അതിന്റെ തെളിവാണ് നിങ്ങളെ ആ കിളി കൊടുത്ത് കൂടുകൂട്ടിക്കണേ. കിളി കൂടുകൂട്ടി സമാധാനമാണ് അതിന്റെ ഇവിടെ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴും നിങ്ങൾ ജനവാസം തുടങ്ങിയിട്ട് കിളിയുടെ കൂടുകൂട്ടിയില്ലേ കിളിക്ക് സുരക്ഷിതമാണെന്ന് തോന്നിയോണ്ടാണല്ലോ അതിന്റെ മൂടെ ഇളക്കി കുഴക്ക് പോയിട്ട് ഇളക്കി കളിക്കുന്നത് ഇട്ടിട്ടുണ്ടല്ലോ. കുട്ടികളൊക്കെ ഇരുന്നോട്ടെ. എന്തൊക്കെ നിങ്ങളെ വിശേഷങ്ങള് തന്നെ? പുതിയ എന്തെങ്കിലും പുതിയ വീഡിയോയിൽ എന്തെങ്കിലും പുതിയ തഗ്ഗുകളൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റും? തഗ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഉമ്മക്ക് വീഡിയോ എടുക്കുകയാണെന്നൊന്നും ആദ്യം അറിഞ്ഞിരുന്നില്ല. ഇവിടെ എന്താ പറയാ, നാവിന് ഒരു ലൈസൻസ് ഉണ്ടാവില്ല. അപ്പൊ പറയണതൊക്കെ ഞാൻ എന്താ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യാതെ കൊണ്ടു. അപ്പോഴാണ് ഇത് മനസ്സിലാവണമെങ്കിൽ ഇത് വീഡിയോ ആണ്. അപ്പോഴാണ് എന്റെ ആൾക്കാരൊക്കെ പറയും എന്താ ചെറുത് ഇങ്ങനെ വർത്താൻ പറയുന്നത്. അപ്പോഴാണ് ഞാനിപ്പോ വീഡിയോ ഇടുന്നത് ഞാൻ അറിയുന്നത്. എന്റെ അമ്മകളൊക്കെ പറയും ഇവിടുത്തെ മാതിരി എന്നെ ഇത് ഫോണിലും പറയുമ്പോ അതെങ്ങനെ നിങ്ങളെ അറിയുന്നത്? എന്റെ ഫോൺ എടുക്കണല്ലേ അമ്മയും മോനും എന്നുള്ള. അപ്പോഴാണ് എനിക്ക് ഈ ഫോണില് ചിലപ്പോ ഞാൻ ചിലപ്പോ പണിക്കോയിടത്തുനിന്ന് ഇവിടെ വിളിക്കും. ഇവിടെ വലിയൊരു കാര്യം ഉണ്ട് അറിയാം. പകുതി പണിയിട്ട് ഞാൻ ഓടി വന്നാൽ പിന്നെ എന്തെങ്കിലും അറിയാം. ഇപ്പൊ കുളിമുറിയിലൊക്കെ പാമ്പിനെ ചെയ്യടിക്കും. ഇവിടെ വരി പറയും എന്റെ കുളിമുറിയിൽ പാമ്പുണ്ട് കറി. ചെന്ന് നോക്കുമ്പോ എന്താ തോർത്തും മുടുമ്പോ കട ഇങ്ങനെ സിറ്റി വെച്ചിട്ടുണ്ടാവും. അതൊക്കെ നല്ല കിട്ടി. തല്ലിട്ടണം. അപ്പോഴാണ് പ്രാങ്ക് ഒന്നും കൂടെ വിജയിക്കുന്നത്. എങ്ങനെയുണ്ട് ചക്കര വിശേഷങ്ങള്? ചക്കര 3 ആളാവാൻ പോണേ. 1 2 3 ഒരാളും കൂടി വരികയാണ്. സന്തോഷ വാർത്ത. എന്തായാലും എങ്ങനെയുണ്ട് നമ്മളെ എന്റെ ആങ്ങളെ കാക്കൂൻ എല്ലാവരും അറിയപ്പെടും. അതിലൂടെ ദില്ലി അറിയപ്പെടുന്നുണ്ട്. സന്തോഷം ആങ്ങളെ പെങ്ങളും വരുന്ന തുറത്തിയെന്നറിയാം. ഇവിടെ 7ാം ക്ലാസ് പഠിത്തുമ്പോ തുറത്തിയതാണ് ആങ്ങളെ പെങ്ങളും. ഇവളെ കാണൂല. കുളത്തിന്റെ മുക്കിലോ അവിടെ ഒരു വീട് ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. അവിടെ ഉണ്ടാവും. ഇവളെ വിളിച്ച് സ്കൂൾ പോകാൻ ഐഡി ചോദിച്ചപ്പോ വിടുന്നില്ല. ചെയ്യുന്ന സമയത്തൊക്കെ ഇവിടെ ഉള്ള ആളുകളൊക്കെ മൊത്തം കളിയാക്കുന്നു. കാരണം അന്ന് എന്തെങ്കിലുമൊക്കെ കോപ്രായങ്ങളൊക്കെ ചെയ്യാം 10 ലൈക്ക് കൂടുതൽ കിട്ടാൻ. അപ്പൊ ഇവിടെ അന്ന് കളിയാക്കിയ ആൾക്കാരൊക്കെ ഇന്നിപ്പോ ഇന്നെ കാണാൻ മുണ്ടല്ലല്ല. അതായത് നമ്മളവിടെ വിജയിച്ച് കാണിച്ചു കൊടുക്കുമ്പോ. അതാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ ഒരു സക്സസ്ഫുൾ ബാക്ക് ബോൺ ആണ് നിങ്ങള് തുടക്കത്തില്. നിങ്ങളെ ആ ഷെയ്ക്ക് ചെയ്ത പല ക്യാമറകളുമാണ് ഇന്ന് ഉമ്മയും മോനിന്റെ പിന്നിലുള്ള ആള്. പിന്നെ മുന്നിലേക്ക് വന്നത് യൂട്യൂബ് വന്നപ്പോഴാണ്. മറ്റേത് ടിക്ടോക്കിലേക്കൊന്നും മുന്നിലേക്ക് ഉണ്ടായിരുന്നില്ല. അതല്ല എങ്ങനെയുണ്ട് കൊല്ലത്തുള്ള നിങ്ങളെ വീട് കൊല്ലാണല്ലോ. അവിടെ ഉള്ളവർക്കൊക്കെ ഒരു സെലിബ്രിറ്റി ഫീൽ ഉണ്ടാ? എന്താ പിന്നെ ഇവര് പിന്നെ യൂട്യൂബ് തുടങ്ങിയപ്പോ പിന്നെ അവിടെ ഉള്ള ആൾക്കാര് അറിയാൻ തുടങ്ങി. നമ്മള് ഈ ഭാഗത്തേക്കാണ് അധികം. മലപ്പുറം കോഴിക്കോട് ഭാഗത്ത് എല്ലാരും അറിയാൻ തുടങ്ങിയത്. പിന്നെ ഓലും കൂടി ചെയ്യാൻ തുടങ്ങിയപ്പോ പിന്നെ ഓലെ ഫ്രണ്ട്സ് ഓലെ കുടുംബം ഓലെ നാട്ടുകാരൊക്കെ പാടെ അറിഞ്ഞപ്പോ ഒന്ന് അവിടെ എന്തായാലും നമ്മളാ ഒരു കഠിനാധ്വാനത്തിന്റെ ഒരു ഫലം അല്ലെ കാണാൻ മതി. വീട് ഇപ്പൊ അങ്ങനെ ആയാല് സന്തോഷല്ലേ? നമ്മള് സ്വപ്നം കണ്ടിട്ട് പോലും നമ്മളാ കുളത്തിന്റെ പക്കത്ത് നിന്ന് ആ ടിക്ടോക്ക് എടുക്കുമ്പോ തവളത്തായി ചാടിയതും അതൊക്കെ ഓർത്തിരുന്നോടത്തുനിന്ന് ഇപ്പൊ ഇങ്ങനെ ഒരു വീട് അല്ലേ? ഇപ്പൊ ഏതായാലും ഹാപ്പിയാണ്. അടിപൊളിയായിട്ടല്ലേ? നല്ല സെറ്റപ്പ്. എന്തൊക്കെയുണ്ട് വിശേഷം? അന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പൊ 1,60,000 ഫോളോവേഴ്സ് അല്ലേ? സെറ്റപ്പായി. അതെ ചാരിയത് മണക്കുന്നതൊക്കെ ബ്ലോഗറെ ചാരിയപ്പോ ബ്ലോഗിംഗാണ് നടത്തുന്നത്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. നിങ്ങളെ കിച്ചണൊക്കെ അടിപൊളിയാക്കി. നിങ്ങളെ കിച്ചൺ ബ്ലോഗിലൊക്കെ നല്ല ഡ്രസ്സായിട്ട് ഈ വീടിന്റെ ഡിസൈൻ പാർട്ടിലൊക്കെ ഒരു ഭാഗമാവാൻ സാധിച്ചില്ല. നിങ്ങളെ ഒരു ബെഡ്റൂമിലൊക്കെ എന്തെങ്കിലും കൂട്ടത്തിലൊക്കെ എന്തെങ്കിലും പറഞ്ഞോ? പെരപ്പണിയൊക്കെ വന്നിരുന്നോ? വന്നിട്ടില്ല. ശരി. എങ്ങനെയുണ്ട് നിങ്ങളെ വീട് എവിടെ? മുക്കോ അരീക്കോട്. ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വയറ്റുള്ള സമയത്ത് നിങ്ങൾ കാണാൻ പോകുന്ന വീഡിയോ ഒക്കെ ഞാൻ വീഡിയോ കാണാറുണ്ട്. റെഗുലറായിട്ട് കാണും. നമുക്ക് ഫ്രീ ആയിട്ട് ഇത് കാണാൻ പറ്റുന്ന അല്ലേ? എന്തായാലും ഹാപ്പിയാണല്ലേ ഇങ്ങനെ ഇതില്? നോഫല്ലേ എന്താ പറയും?
എനിക്കിപ്പോ എന്താ പറയണേ, ഞാനിപ്പോഴും ഇതൊന്നും നോക്കി വിശ്വസിക്കാൻ തന്നെ പറ്റിയിട്ടില്ല. സിനിമയിലാണ് ടൈൽസ് എടുത്തത് ഓർമ്മ ഉണ്ടോ? അത് ഓർമ്മ ഉണ്ടായിക്കോട്ടെ. കാരണം നമ്മളാ ടൈൽസിന്റെ പ്ലാന്റും കൂടെ കാരണം ഒരുപാട് ആളുകൾ ഇങ്ങോട്ട് ചോദിച്ചു. അല്ല, ഒരുപാട് ആളുകൾ ഇപ്പൊ നമ്മളവിടുന്ന് സ്വാമിന് വന്നപ്പോ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ച ചോദ്യം ഇതാണ്. ടൈൽസ് ഗ്രൗണ്ട് ഫ്ലോർ ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കുന്ന കാര്യം. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ നോക്കി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കുറ്റം കാണാൻ ഈ ടൈൽസിനെ പറയാം. പക്ഷെ ഒരാള് പോലും ടൈൽസിന് കുറ്റം പറ്റില്ല എന്നുള്ളതാണ്. നമ്മളൊരു പെര വെച്ച് കഴിഞ്ഞാൽ ഒരാൾ നന്നു എന്ന് പറയുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ നമ്മളാ ചെയ്തതിനൊക്കെ ഒരു കൂലി കിട്ടിയമാരിയാ. ഇതിപ്പോ നിങ്ങളെ വീടിന്റെ ഓരോ പടിയും നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കിട്ടുന്നതുകൊണ്ട് അതിന്റെ അധ്വാനം കഠിനത്താനൊക്കെ ഉമ്മയും കല്ലെടുത്തതും വെക്കണതൊക്കെ നമ്മളിങ്ങനെ കണ്ടുപിടിക്കും. ഫുള്ള് പടവ് ഞാനായിരുന്നു. അതായത് മൊത്തം പടവ് ബംഗാളിനെ കൂട്ടിയായിരുന്നു. കല്ല് തരാം, സിമെന്റ് തരാണ്, അതൊക്കെ പഴുത്ത് വരുത്തിയതാണ്. വയർപ്പിൽ കിട്ടിയ ഒരു കട്ടാരാണ് നമ്മളെ വയർപ്പ് കൊണ്ട് ഉണ്ടാക്കിയ അല്ലെ. നമ്മള് പൈസ കൊടുത്താൽ നമുക്ക് എത്ര പടവരെ കിട്ടും, പക്ഷെ നമ്മളെ വേർപ്പിൽ തന്നെ നമ്മൾ പടുത്തു. ഞാൻ ഫുള്ള് കാണുന്നത് നമ്മളെ ചാനലിൽ തന്നെ ഓരോ ദിവസത്തെ അപ്ഡേറ്റ് ഇങ്ങനെ ഇട്ടിരുന്നു. ഇന്നത്തെ പണിത്തറയാണ്, ഇന്നത്തെ പണിത്തറയാണ് ഇത് തുടങ്ങുന്ന അന്ന് മുതലുണ്ടായിരുന്നു. ഞാൻ കണ്ടിരുന്നു പലപ്പോഴും. പിന്നെ വാപ്പി ഇതിന്റെ പിന്നാലെ മൊത്തത്തിൽ ഉണ്ടായിരുന്നു. ആൾക്ക് സ്വാമിന് വരാൻ പറ്റിയില്ലെന്ന് പറഞ്ഞു. ജീവിതത്തിൽ പഠിച്ചോനെ കാന ദാന ദാന കലിക്ക കാന വലക്ക എന്നാണ്. അതായത് ഓരോ അരുമണിയെയും തിന്നേണ്ട ആളുകളുടെ പേര് എഴുതിയിട്ടുണ്ടാവും. നിങ്ങൾ ഇങ്ങനത്തെ ഒരു വീട് ജീവിക്കണം എന്ന് പഠിച്ചോനെ എഴുതിയിട്ടുണ്ടാവും. മറ്റാളുകൾ ഇങ്ങനെ ജീവിക്കുന്നത്. ഇനി നാളെ ഞാൻ എന്തായിരിക്കും എന്നുള്ളത് പഠിച്ചോനെ. മറ്റന്നാളെ ഒരു ബിസിനസ് മേഖലയിലേക്ക് നോക്കി കടന്നു വരുമെന്ന് പറയാട്ടോ. ഒരു ഓണ്ടർപ്രണർ ആകും, ടൈക്കൂൺ ആകും. കാരണം ഒരു മേഖല വിജയിച്ചു, ഇവർക്ക് നല്ലൊരു മാർക്കറ്റ് ഉണ്ട്, ഒരു ബിസിനസ്സിലേക്ക് കാലെടുത്ത് വെച്ചാൽ അതൊരു ബിസിനസ്സായി മാറിയാൽ നാളെ വ്ളോഗർ നോവലിൽ നിന്നും ഒരു ബിസിനസ്സുകാരൻ നോവലാവാൻ വലിയ പാടൊന്നുമില്ല. പഠിച്ചൊരു അനുഗ്രഹം തരുമ്പോൾ അത് നമ്മൾ കൈനീട്ടി സ്വീകരിച്ചത് ബ്രാൻഡ് ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എത്രയോടത്ത് അല്ലല്ലേ? അതാണ് നമ്മൾ കറക്റ്റ്. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്നതാണ്. ഉമ്മ ആദ്യം ഇരുന്നത് ഒരു വാടക വീട്ടില്ലേ, ഉമ്മനെ കെട്ടിച്ചു വിടുമ്പോ ഒരു വീടാണല്ലേ. അപ്പൊ ആ വീട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീടിന്റെ ഒന്നും കാൽ ഭാഗം പോലും ആ വീടില്ലല്ലോ. ഏത് കാലഘട്ടം നമ്മൾ ആ വീടിന്റെ അത്രയും കൂടി ഇല്ല. ആ വീടിന്റെ അത്രയും കൂടി ഇല്ല. അയിമന്ന് പിന്നെ നമ്മള് ചെറിയൊരു വീട്ടിൽ പോയി. ആ വീട് ഈ നമ്മൾ ഇരിക്കുന്ന ലിവിങ്ങിന്റെ അത്ര സ്പേസ് ഉള്ള വാടക വീടാ. അതില് ഒരു എന്താവോ ഒരു വീഡിയോ റൂം കൂടി ഉണ്ട്. അല്ല, അതിന്റെ മുന്നേ പിന്നെ വെള്ളണ്ടായിരിക്കുമ്പോ ഞങ്ങൾ വേറെ ഒലോക്കോട് ഒന്ന് വാടകയ്ക്കുന്നു. അത് വലിയൊരു പെരയായിരുന്നു. അത് പിന്നെ അന്ന് 300 റുപ്യാണ് ആ വലിയ പെരക്ക് വാടക. പിന്നെ ഇവരെ പ്രസവിച്ചിട്ട് ഞാൻ വീട്ടിലേക്ക് വന്നിട്ട് പിന്നെ ഇവര് കൊണ്ടുപോയത് തറവാട്ടിക്ക് തന്നെയാണ്. അവിടെ കൊണ്ടുപോയിട്ട് പിന്നെ അങ്ങനെ ഇരുന്ന് പിന്നെ 5-8 വയസ്സായപ്പോ പിന്നെ ചക്കര ഉണ്ടായി. ചക്കരനെയും പ്രസവിച്ചിട്ട് അങ്ങോട്ടേക്ക് പോയി. ചക്കരനെ പ്രസവിച്ച് 3ന്റെ അന്നാണ് ഒരു 2 വയസ്സിന്റെ അവിടുന്ന് ഞങ്ങള് തറവാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോന്നു. പിന്നെ അവരൊക്കെ പറഞ്ഞു അവരെ പോയി കൊണ്ടുവരുന്നു. അപ്പൊ പറഞ്ഞു മൂപ്പര് ഇതിന്റെ ഉള്ളിൽ ഞാൻ കൊണ്ടുപോയില്ല കാരണം. അങ്ങനെ ഞങ്ങള് ഒരു പീഡിയ റൂം എടുത്ത് അവിടേക്ക് വാടകയ്ക്ക്. പീഡിയ റൂം അത്ര പോകുന്ന റൂമിൽ റൂം അത്ര തന്നെ ഉള്ളൂ. അല്ല, ഞാൻ അതിന്റെ കൂടെ ഒന്ന് സാധനം കൂട്ടി പറഞ്ഞിട്ടെ. ഈ വീട് കണ്ടിട്ട് നോഫലിനെ വിലയിരുത്തുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. എല്ലാവരും ഇല്ല, കുറച്ച് ശതമാനം. അവർ മനസ്സിലാക്കേണ്ടത് ഇത്രപ്പോലും നമ്മൾ പെരീന്നാണ് വന്നിട്ടില്ല. ഇത്ര വലിയ സർക്കിൾ ഏറ്റവും വലിയ ഇത്ര പോകുന്നതിൽ ഒരു പീഡിയ റൂം കൂടി ഉണ്ടായിരുന്നു. ഇതിലൊരു പീഡിയ റൂം അങ്ങനെ ഇങ്ങനെ തടുക്ക് ഇങ്ങനെ വെച്ചിട്ട് അപ്പുറത്ത് പീഡിയ റൂം. ഇതില് ഞങ്ങള് സ്റ്റൗവും വെച്ചിട്ട് അതിന്റെ മൂത്തോള് കൂടെ ഉണ്ടായിരുന്നില്ല. ഞാനും ഇവളും ഇവര് മാത്രമേ ഉണ്ടായിരുന്നു, ബാപ്പി ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ 4 ആള് ആ ഒരു ഇത്ര ഗ്യാപ്പിൽ കിടക്കണോ, വെക്കണം, തിന്നണം. ബാത്റൂമിന് അപ്പുറത്തൊരു വീട് ആശ്രയിക്കണം. ഈ വീട്ടിൽ 5 ബാത്റൂമാണ്. അതാണ് അതിന്റെ ഏറ്റവും വലിയ കഷ്ടപ്പെട്ടെന്ന് അതിന് വാടക തരുമ്പോ പറഞ്ഞു ബാത്റൂം നിങ്ങൾക്ക് തരില്ലായിരുന്നു. പിന്നെ വാപ്പി ഇവന് വല്ല തൊടുക്കടെ അങ്ങനെ പോകും. ഇത് നമ്മളല്ലേ, ഞാനാ പിന്നെ നാത്തുണ്ടായിരുന്നു അവിടെ. അങ്ങോട്ട് പോകും രാവിലെ അങ്ങനെ. പിന്നെ കഷ്ടപ്പാട് അങ്ങേയറ്റത്തിലെത്തി. ഇന്ന് അനുഗ്രഹത്തിന്റെ ഈ നിലക്കിലേക്ക് എത്തി തുടങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞത് അത് വിമർശിക്കുന്ന ആളുകൾ മനസ്സിലാക്കണം. ഇതിനൊരു പാസ്റ്റ് ഉണ്ട് ലൈഫിൽ. എല്ലാം അനുഭവിച്ച് സബൂറാക്കിയ ഒരു പാസ്റ്റ്. വിജയം നിങ്ങളെ തേടിയെത്തും. ഓക്കെ, എന്തായാലും ഭയങ്കര നൊസ്റ്റാൾജിക് സ്റ്റോറിയാണ് അല്ലേ? നല്ലൊരു കുടുംബത്തിൽ നിന്നാണ് നിങ്ങൾ കല്യാണം കഴിക്കാൻ പറ്റിയത്. ദൈവത്തിന്റെ അപാരമായ അനുഗ്രഹമുള്ള കുടുംബം. കാരണം നിങ്ങൾ കണ്ടല്ലോ, നിങ്ങളുടെ മുന്നിൽ തന്നെ ആ അനുഗ്രഹങ്ങൾ ഇങ്ങനെ വളർന്നു വരാണ്. ശുക്ര ചെയ്യുക അല്ലേ? അത്രേ ഉള്ളൂ. കൊല്ലത്തുനിന്ന് ആങ്ങളെ കണ്ടിട്ട് പേടിച്ചിട്ടുണ്ട് ഒരാള്. സ്നേഹിക്കുന്ന സമയത്ത് നമ്മളൊക്കെ പ്രണയിക്കുമ്പോ ആദ്യം
അന്റെ ഫോട്ടോ അയക്കുന്നു പറഞ്ഞ മുന്നേ ആങ്ങളുടെ ഫോട്ടോ അയക്കുന്ന അല്ല ആളെ ഉണ്ട് എന്നറിയാം, പക്ഷെ ഇങ്ങനത്തെ ഒരു ഗടാഗടിയാണ് ജിമ്മിലൊക്കെ പോയിട്ട് ഇങ്ങനെ സൈസുള്ള ഒരാളല്ലേ അന്ന ദിവസം കണ്ടപ്പോ വെറുതെ നമ്മളെപ്പോ കയ്യൊക്കെയുള്ള ആങ്ങളുണ്ടെങ്കിൽ അങ്ങോട്ട് പോകണ്ടെന്നുള്ള. അല്ല എന്നാലും ഇത്ര ദൂരം ഉള്ളതുകൊണ്ട് തല്ലി കിട്ടില്ല ഉറപ്പായിരുന്നു. 300 കിലോമീറ്റർ താണ്ടി തല്ലില്ല ഉറപ്പായിരുന്നു. അതെ അതെ, മാഷാ അല്ലാഹ്. അവസാനം ഇപ്പൊ സ്വന്തം അളിയനായിട്ട് ഓൺലൈനിലൂടെയാണ് പ്രണയം. ഇല്ല, നമ്മൾ ആദ്യം ഫസ്റ്റ് ഒരു സ്ഥലത്ത് നമ്മളിവിടെ സ്കൂളിൽ തന്നെ കണ്ടുമുട്ടിയിട്ട് പിന്നെ ഫസ്റ്റ് കാണുന്ന മാത്രം സ്കൂളിൽ നിന്നുള്ളൂ, പിന്നൊക്കെ ഓൺലൈനിൽ കൂടെ തന്നെയായിരുന്നു, മെസ്സേജ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. മലപ്പുറം ജില്ലയും കൊല്ലവും തമ്മിൽ ഒരുപാട് ദൂരം മാനസികമായിട്ട് വളരെ അടുത്തായിട്ടില്ലേ? മാനസികമായിട്ട് എടുത്താണെങ്കിലും മറ്റത് കൊണ്ട് ശാരീരികമായിട്ട് ദൂരമാണല്ലോ. സത്യം, ഞാൻ ഒരുപാട് വീട് ചെയ്താണ്. ഞാൻ ബ്ലോഗർ നൗഫലിന്റെ ഉമ്മയും എന്നുള്ള ആ വീട് എടുക്കാനുള്ള ഉദ്ദേശത്തിൽ വന്നതാണ്. കാരണം കുറച്ച് റീച്ചുള്ളതാണല്ലോ നമുക്കോട്. ഇവിടെ വന്നപ്പോ എന്റെ പ്രേക്ഷകർക്ക് പോകാൻ അതിലപ്പുറം പറഞ്ഞാൽ എന്റെ പ്രേക്ഷകർ എനിക്കായിട്ടുള്ള കുറച്ച് ക്രീം കസ്റ്റമറുണ്ട്. അവരാവശ്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങളെ മരുകളൊക്കെ വീഡിയോ ഉണ്ടെന്നല്ലേ, പേരെ കയറ്റുന്ന ആളുകളൊക്കെ എന്റെ വീഡിയോ കാണും. അവിടെ എന്തെങ്കിലും ടിപ്പ് ഉണ്ടാവും, ചില ചെലവ് ചുരുക്കിയിട്ട് കാപ്പണി മുക്കാച്ചോർക്കില് ഇവിടെ നൗഫലിന്റെ വരയിൽ മൊത്തം കാപ്പണി മുക്കാച്ചോർക്ക. കാരണം അവിടെ കിച്ചണിലുള്ള കോർണറല്ലോ, അവിടെ സ്പേസ് ഒന്നും അവിടെ 2 ബെഡ് ചെയ്തിട്ട് വെച്ചു. ഞാൻ അതാ പറഞ്ഞത്, ഞാൻ നൗഫലിന്റെ വീട് എടുക്കാൻ വന്നിട്ടും ഇപ്പൊ എനിക്ക് കിട്ടിയത് എന്താ, നമ്മളെ പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന ഒരു വീട് കിട്ടി. നൗഫലിന്റെ വീട് എന്നുള്ള സെക്കൻഡാണ്. ഫസ്റ്റ് എന്ന് പറഞ്ഞാല് വീട് എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ നടുമുറ്റം 2500 സ്ക്വയർ ഫീറ്റിൽ 4 കെട്ട് എന്ന് പറഞ്ഞാല് ഭയങ്കര സംഭവമാണ്. അതും എല്ലാ സൗകര്യവും ഒതുക്കിയിട്ട്. പക്ഷെ നടുമുറ്റം വെക്കുമ്പോ കുറെ നെഗറ്റീവ് ആയിട്ടുണ്ടായിരുന്നു. ഇമ്മ വരെ നെഗറ്റീവ് ആയിരുന്നു. ഇതെന്താ പേരുടെ അമ്പലം ഉണ്ടാക്കിയിരുന്നത് 4 പില്ലർ കണ്ടപ്പോ. പിന്നെ ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ എല്ലാവരും പറയും സ്ഥലം കുറെ വേസ്റ്റ് ആക്കി, നല്ലൊരു ഹാളിന്റെ പോയി കുറെ ഹാളുണ്ടായിട്ട് ഇപ്പൊ എന്താ കാര്യം. അവിടെ കുറച്ചുകൂടെ സ്പേസ് അല്ലെങ്കിൽ കുറച്ചുകൂടെ ഈച്ചറക്കുന്നല്ലാതെ നേരെ കുറച്ചിപ്പോ നല്ല വെളിച്ചും കാറ്റും കിട്ടും. അവിടെ ഇങ്ങനെ നമ്മൾക്ക് നോമ്പൊക്കെ കഴിഞ്ഞാല്, നോമ്പ് പറഞ്ഞു കഴിഞ്ഞാല് അടുത്ത ഇഷാസ്കാരം വരെ അവിടെ കാല് തൂക്കിയിട്ട് ദസ്ബിൻ ഇരുന്ന് കഴിഞ്ഞാല് ആ മേലുള്ള കാറ്റും കിട്ടിക്കഴിഞ്ഞാൽ വേറെ എവിടേക്കും പോണ്ടിരുന്നില്ല അല്ലെ. ഭയങ്കര ഫീലുള്ള അത് സൗകര്യങ്ങളൊക്കെ. ഈ വീടിന്റെ ഹൈലൈറ്റ് എന്താ പറയുക, സാധാരണ ഒരു വീട്, സാധാരണ നോർമൽ വീട് ഇങ്ങനത്തെ സാധാരണ. അപ്പൊ നമുക്ക് എന്താ അറിയാം, നമ്മളൊരു അടച്ച ഉള്ളിലാണെന്ന് തോന്നുന്നു. ഇവിടെ ഡൈനിങ് ഹാളിൽ ഇരിക്കുമ്പോൾ നമ്മൾ പുറത്തത്തെ ഒരു ഫീൽ കിട്ടും. അതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ്. എന്തായാലും ഭയങ്കര ആളെ പരിചയപ്പെട്ടില്ലേ, നമ്മളെ പറഞ്ഞ പേര് നിജാസ്. എല്ലാരും കേട്ടിട്ടുണ്ടാവും. നമ്മളെ സിലോമസ്തയിൽ കേൾക്കാത്ത കുറച്ച് ആളുകളൊക്കെ ഉണ്ടാവും. നിജാസിലെ കൊല്ലത്ത് കടയ്ക്കലാണ് സ്ഥലം. പണ്ഡിതനാണ് തോന്നുന്നു. താടി പണ്ഡിതനൊന്നുമല്ല, നേരല്ല. അപ്പൊ എന്റെ ആർക്കുള്ള താടിയാണ്, പണ്ഡിതനല്ല നിങ്ങളാർക്കുള്ള താടിയാണ്. പണ്ഡിതന്മാരുള്ള സ്ഥലമാണ് കൊല്ലം. കൊല്ലത്തുനിന്ന് എല്ലാ പുസ്തകന്മാരും വരുന്നത്. നമ്മളെ കുറച്ച് മാലിന് മാറിയില്ലേ? ഏതാണ്? അല്ല, പണ്ഡിതന്മാരെ മാലിന് കുറച്ച് മാറിയിട്ടുള്ള കുറച്ച് മലപ്പുറത്തെ സ്ലാങ് ഒക്കെ മനസ്സിലായിട്ടോ. പാലക്കാടാണെങ്കിലും മലപ്പുറത്തെ പിന്നെ കൊല്ലക്കാര് അച്ചടി ഭാഷ സംസാരിക്കുന്ന ആള്, നല്ല വൃത്തിയുള്ള ഭാഷ സംസാരിക്കും. നമ്മള് ഏറ്റവും കൂടുതൽ ഇവരുടെ ചാനലിൽ പറയണ ഏറ്റവും കൂടുതൽ എന്നോട് ചോദിച്ചതോ നമ്മളെ ബ്രാൻഡ് ഏതായിരുന്നു എന്നുള്ളതാ. എനിക്ക് വരുന്നവരോടൊക്കെ ഈ ഫോം വിളിച്ച് പറഞ്ഞ് ഞാൻ കൊയങ്ങിക്കണേ. അതായത് നിങ്ങൾ വിരിച്ച ടൈൽ ഏതാന്ന് ചോദിക്കുമ്പോ ഞാൻ പറയാം അസർബയുടെയാണ്, അർമാനിയാണ്. എന്നിട്ട് അതേമാതിരി നിങ്ങളെ ഷോപ്പിൽ വരും, എന്നിട്ട് അവിടുന്ന് വിളിച്ച് തെന്നെല്ലാം എടുത്ത്, അതായത് ഒന്ന് കറക്റ്റ് ഇങ്ങനെ പറഞ്ഞു. അസർവയുടെ അർമാനി ഗ്രേ എന്ന് പറയുന്ന 6.4 ഗ്ലോസിയാണ് വീട്ടിൽ വെച്ചിട്ടുള്ളത്. ഗ്രേ ഷെയ്ഡാണ്, കണ്ട വൈറ്റ് ഫീൽ ചെയ്യും. എന്നാൽ ഈക്കം വെക്കും, നമ്മളെ ഭാഷയിലൊക്കെ പറയാത്ത അതിനകത്ത് ഈക്കം വെക്കുന്നത് അല്ലെ. പറ്റ വെള്ളമാണെങ്കിൽ നമുക്ക് എപ്പോഴും ഇതായി പോകും. ഈക്കം വെക്കുന്ന ഇതിന്റെ മാറ്റാണ് ഫ്ലോറിൽ കിച്ചണിൽ വെച്ചിട്ടുള്ളത്, സ്ലിപ്പായതൊക്കെ. ഇതന്നെ ഒരുവിധം ബ്ലോഗർമാരൊക്കെ നമ്മളെ സിൽവാനിൽ വന്നിട്ട് വാങ്ങിയിട്ടുള്ളത്. ഒരുവിധം നമ്മുടെ അനുഗ്രഹം കൊണ്ട് നമ്മളൊരു ബ്ലോഗർ ആയതുകൊണ്ട് തന്നെ ഒരുവിധം ഇതുപോലത്തെ ഫേമസ് ആയിരിക്കുന്ന വ്ളോഗേഴ്സ് ഒക്കെ നമ്മളെ കടയിൽ നിന്ന് വാങ്ങി. അതാണ് നമ്മളെ കടന്റെ ഒരു ക്വാളിറ്റി ആയിട്ട് കാണുന്നത്. ഇവർക്ക് ഒരുപാട് സൊല്യൂഷനും ഓപ്ഷനുകളും കേരളത്തിലുണ്ട്. ഇവര് പ്രൊഫൈൽ മാത്രമല്ല, നമ്മളെ അടുത്ത് വന്നിട്ടുള്ള ഒരു 10-20 സല്യൂട്ട് ഉണ്ട്. കൂടുതല് ഇവിടെ എന്താന്ന് വെച്ചാൽ സെർച്ച് ചെയ്യലൊക്കെ എന്നോ എനിക്ക് വിട്ടത്. പിന്നെ നിങ്ങള് പ്രസവിക്കുള്ള പ്രോഡക്റ്റ് സെലക്ട് ചെയ്ത് വെച്ച് 6.4 നമ്മള് ജോയിന്റ് ഫ്രീ ആയിട്ട് തന്നെ ഒട്ടിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ. അതാണ് ഇതിന്റെ ഒരു ഭംഗി. നമ്മള് ജോയിന്റ് ആണെങ്കിൽ ഇവിടെ ഇങ്ങനെ വരാവും. അതാണ് ഇതിന്റെ ഭംഗി. ചില ആളുകളൊക്കെ എന്നോട് ചോദിക്കുക എപ്പോക്സി ഇട്ട് വിരിക്കാൻ പറ്റുമോ. ഞാൻ പറഞ്ഞു വിരിക്കാനൊക്കെ പറ്റും, പക്ഷെ ആ ഒരു ഫീൽ കിട്ടൂല. നിങ്ങൾക്ക് ഇങ്ങനെ കഷ്ണമായിട്ട് ഇതിപ്പോ വലിയൊരു ഇറ്റാലിയന്മാരോട് വിരിച്ചതേ ഫീലാണ്. ജോയിന്റ് ഒന്നും കാണാൻ കഴിയില്ല.
പിന്നെ ഈ സ്വപ്നഭാവത്തിന്റെ ഭാഗമാവാൻ സാധിച്ചു എന്നുള്ളതാണ് സിൽവാന്റെ ഏറ്റവും വലിയ സന്തോഷം. എല്ലാവരും സ്വപ്നത്തിൽ കയറിയിരിക്കുമ്പോ അതിനകത്ത് അതിന്റെ ഒരു ഭാഗമാവാൻ സാധിച്ചു. ഒരു വീട് വെക്കുമ്പോ നമുക്ക് എത്ര ലക്ഷങ്ങളും കോടികളും കൊണ്ട് വീട് വെക്കാം. അതിന് കിട്ടേണ്ട ഏറ്റവും വലിയ കാര്യം അതിന് കിട്ടേണ്ട പണിക്കാര്, നമുക്ക് കിട്ടുന്ന മെറ്റീരിയൽ നന്നാവണം. അത് രണ്ടും ഓക്കെ ആണോ? മെറ്റീരിയൽ നന്നായിട്ട് പണിക്കാർ മോശമായാലും പണിക്കാർ മോശമായിട്ട് മെറ്റീരിയൽ നന്നായാലും ഒരു ഉപകാരമില്ല. രണ്ടും ഈക്വലായി നമ്മൾ അയൽ കിട്ടുന്നതായിരിക്കണം. രണ്ട് ചെല്ലു മുറുക്കി കിട്ടില്ലെങ്കിൽ എല്ലാം കൂടെ പോയിട്ടാണ് അത്. ഈ വീടിന്റെ എല്ലാത്തിലും അങ്ങനെ തന്നെയാണ്. എനിക്ക് മെയിൻ ആയിട്ട് എടുത്ത് പറയാൻ വെച്ചാൽ എഞ്ചിനീയർ സെക്ഷൻ നന്നായി അടിപൊളിയായിട്ട് നമ്മുടെ ലാപ്ടോപ്പ് ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ പ്രൊഡക്റ്റുകളാണെന്നുണ്ടെങ്കിൽ ഇതാണ്ടോ നമ്മുടെ ക്ലോസറ്റും കാര്യങ്ങളും വാഷ് ബേസും നമ്മുടെ കിച്ചണിന്റെ ഒരുവിധ സാധനങ്ങളും ഗ്രൗണ്ട് ഫ്ലോർ ഒക്കെ നമ്മള് സിൽവാന്. കാരണം എനിക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, ഇന്ന് നല്ല പ്രീമിയം സാധനം കിട്ടിയായിരുന്നു. പിന്നെ എനിക്ക് സർവീസ് ഭയങ്കര ഇഷ്ടമായി. അതായത് ഇവിടുന്ന് ഒരു പെട്ടി ടൈല് വരെ നമുക്ക്, അതായത് നമുക്ക് ഒരു ടൈല് പെട്ടി കുറവാണെങ്കിൽ പോലും ആ സാധനം മിനിറ്റുകൾക്കകം നമുക്ക് കിട്ടി എന്നുള്ളതാണ്. അതായത് സിൽവാന്റെ സർവീസ് ഒന്നാമത് എനിക്ക് തോന്നുന്നത് എല്ലായിടത്തും ബ്രാഞ്ചുകൾ ഫുള്ള് പാലക്കാട് വരെ ബ്രാഞ്ച് ആയിരിക്കുന്നില്ലേ? 24 ബ്രാഞ്ച് ഉണ്ട് കേരളത്തില്. ഇപ്പൊ 4 രാജ്യങ്ങളിലായിട്ട് സിൽവാൻ 25 ഷോറൂമുകളുണ്ട് 4 രാജ്യങ്ങളിലായിട്ട്. ഇത് ഇങ്ങനെ കൊടുത്ത സർവീസിൽ നിന്ന് കിട്ടിയ ഒരു ഫീഡ്ബാക്ക് കിട്ടിയ വളരെ നമ്മുടെ ഓപ്പൺ ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക്. ടൈൽ എങ്ങനെയുണ്ട്? എന്റെ ടൈൽ എങ്ങനെയുണ്ട്? ടൈൽ എങ്ങനെയുണ്ട്? എനിക്ക് അത് തുടക്കം എല്ലാം വൃത്തി തോന്നും. നമുക്ക് എപ്പോഴും കാണുമ്പോൾ വൃത്തിയാണ്. കാണുമ്പോ വൃത്തിയാണ്. അല്ല എന്താ പറഞ്ഞേ, കാലടി നമ്മൾ തുടക്കുമ്പോ ആ തുടക്കം മൂപ്പരുടെ ടൈലിന്റെ നല്ലൊരു മഹിമ പറയുന്നത് നമ്മള് റിയൽ ആയിട്ട് നമുക്ക് അനുഭവിച്ചതും നമ്മൾ ഇഷ്ടപ്പെട്ടാണല്ലോ സിൽവാന്ന് എടുക്കുന്നത്. നമ്മൾ അനുഭവിച്ചതും ഇവിടെ ഹൗസ് വാമിങ്ങിന് വന്ന ഓരോരുത്തരും പറഞ്ഞു കേട്ടതും അവർക്ക് അനുഭവിക്കാൻ പറ്റില്ല. പക്ഷെ അവർക്ക് കണ്ട് ഒറ്റയടിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. എന്തായാലും നമ്മളിത് അറിയപ്പെട്ടാണ് ഈ അസർവയുടെ ഈ ഒരു അർമാനിയിലേക്ക് മാറിയിട്ടുള്ളത്. എനിക്ക് നഷ്ടപ്പെട്ടത് ഈ ഹൗസ് വാമിംഗ് ആണ്. ഒരു അസർവയുടെ ബോർഡ് പിടിച്ചിട്ട് സൈഡിൽ അത്യാവശ്യം കച്ചവടം ഞാൻ പുറത്തേക്ക് സൈലന്റ് ചെയ്തു. എനിക്ക് വരാൻ പറ്റില്ല. അല്ല, നമുക്ക് എന്താന്ന് വെച്ചാൽ കച്ചവടത്തിന് മാത്രമല്ല, എനിക്ക് ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിലും ജോയിൻ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് വിരിക്കാൻ ഏറ്റവും നല്ല ടൈലാണ്. എന്തായാലും ഈ വീടിന്റെ ഒരു ഭാഗമാകാൻ സാധിച്ചില്ല സിൽവാൻക്കും അതുപോലെ എനിക്കും. ഉമ്മയും മോനും നൗഫൽ ചാനൽ കാണുന്ന എല്ലാവർക്കും, പിന്നെ ഇവരെ ചാനലൊക്കെ കാണുന്ന എല്ലാവരും നമ്മുടെ സിൽവാനെ സപ്പോർട്ട് ചെയ്യണം. നൗഫലിന്റെ കുടുംബത്തിന് പ്രാർത്ഥിക്കണം. താങ്ക് യു.